ഫുട്ബോൾ മിഷിക കേരളത്തിൽ കൊച്ചിയിൽ പന്ത് തട്ടുന്നത് കാണാൻ കാത്തിരുന്ന ആരാധകർക്ക് ഏറ്റവും നിരാശയുള്ള വാർത്തയുമായാണ് 9 മണി വാർത്ത തുടങ്ങുന്നത്. ലയണൽ മെസ്സി കേരളത്തിൽ വരില്ല. വിശദമായി നോക്കാം 9 മണി വാർത്തയിൽ ആദ്യം പ്രധാന വാർത്തകൾ. ലയണൽ മെസ്സി കേരളത്തിലേക്ക് വരില്ലെന്ന് ഉറപ്പായി. കേരളത്തിലെ ക്രമീകരണങ്ങൾ പൂർത്തിയായില്ലെന്ന് വിശദീകരിച്ച അർജന്റീനൻ ടീം. അങ്കോളയിൽ മാത്രം കളിക്കുമെന്ന അറിയിപ്പ്. ഫിഫ അനുമതി നൽകില്ലെന്ന് സ്പോൺസർ ആന്റോ അഗസ്റ്റിൻ. സ്ഥിരീകരണമാകുന്നത് ന്യൂസ് 18 രണ്ടാഴ്ച മുൻപ് നൽകിയ വാർത്തയ്ക്ക്. PM ശ്രീയിൽ ഒപ്പിട്ടതിൽ പ്രതിഷേധം കൂടുതൽ കടുപ്പിച്ച് CPI. തിങ്കളാഴ്ച വരെ പാർട്ടി മന്ത്രിമാർ സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കില്ല. കണ്ണൂരിലെ മാവേലി സ്റ്റോറുകളുടെ ഉദ്ഘാടനത്തിന് പോകാതെ മന്ത്രി GR അനിൽ തിരുവനന്തപുരത്ത് തന്നെ തുടരുന്നു. CPI സമ്മർദ്ദം കടുപ്പിക്കുമ്പോഴും പിന്നോട്ടില്ലെന്ന നിലപാടിൽ CPM. ശബരിമലയിൽ നിന്ന് കളവ് പോയെന്ന് കരുതുന്ന സ്വർണം കർണാടകയിൽ നിന്ന് കണ്ടെത്തി പ്രത്യേക അന്വേഷണ സംഘം. സ്വർണം കണ്ടെത്തിയത് ബെല്ലാരിയിലെ രുദ്രം ജ്വല്ലറിയിൽ നിന്ന് കിട്ടിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി. ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ പോറ്റിക്ക് വിറ്റ സ്വർണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇന്നും തെളിവെടുപ്പ് തുടരും. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയെയും തിരുവാഭരണ കമ്മീഷണർമാരെയും ചോദ്യം ചെയ്തേക്കും. സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ച് BJPയുടെ രാപ്പകൽ സെക്രട്ടേറിയറ്റ് ഉപരോധം തുടരുന്നു. 3 ഗേറ്റുകൾ വളയും. സമരം കനത്ത മഴയെയും അവഗണിച്ചു. സംസ്ഥാനത്ത് കനത്ത മഴ, പലയിടത്തും നാശനഷ്ടങ്ങൾ. ദേശീയപാതയിൽ വെള്ളക്കെട്ട്, ഗതാഗത കുരുക്ക് രൂക്ഷം. വർക്കല TS കനാൽ നിർമ്മാണം നടക്കുന്ന പ്രദേശത്ത് മണ്ണിടിച്ചിൽ. നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തും. ഇന്നും സംസ്ഥാനമാകെ ശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. തിങ്കളാഴ്ചയോടെ ചുഴലിക്കാറ്റിനും സാധ്യത. സംസ്ഥാന സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ ഇന്ന് 17 ഫൈനലുകൾ. 200 മീറ്റർ ഫൈനൽ പോരാട്ടം വൈകിട്ട്. ഓവറോൾ പോയിന്റ് പട്ടികയിൽ തിരുവനന്തപുരത്തിന്റെ കുതിപ്പ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ASEAN ഉച്ചകോടിയിൽ പങ്കെടുക്കും. വ്യാഴാഴ്ച ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. വ്യാപാര തർക്കങ്ങൾക്കിടെയുള്ള ട്രംപിന്റെ സന്ദർശനം നിർണായകം. ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. മാനം കാക്കാൻ ഇന്ത്യക്ക് ജയം അനിവാര്യം. മത്സരം സിഡ്നിയിൽ രാവിലെ 9:30. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. ലയണൽ മെസ്സി കേരളത്തിലേക്കില്ല. അർജന്റീനൻ ടീം നവംബറിൽ കേരളത്തിലേക്ക് എത്തില്ല. ഫിഫ അനുമതി നൽകില്ലെന്ന് സ്പോൺസർമാർ സ്ഥിരീകരിച്ചു. നവംബർ 17 മെസ്സി കേരളത്തിൽ കളിക്കുമെന്നായിരുന്നു സർക്കാരും സ്പോൺസറും നേരത്തെ അവകാശപ്പെട്ടിരുന്നത്. MG മിഥുൻ നൽകും വാർത്തയുടെ വിശദാംശങ്ങൾ. മിഥുൻ, രണ്ടാഴ്ച മുൻപ് ന്യൂസ് 18 വളരെ വ്യക്തമായി പറഞ്ഞതാണ് കേരളത്തിലേക്ക് മെസ്സി വരില്ലായത്. ഇപ്പോഴിതാ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണമായിരിക്കുന്നു. ഇത് മെസ്സി ആരാധകരെ സംബന്ധിച്ച്, ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് ഏറ്റവും നിരാശയുള്ള ഒരു വാർത്ത എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഫുട്ബോൾ മിഷിഹ കൊച്ചിയിലെത്തി. പന്ത് കളിക്കുന്നത്, പന്ത് തട്ടുന്നത് കാണാൻ കാത്തിരുന്ന ആരാധകരെ സംബന്ധിച്ചാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു വാർത്ത വന്നത്. ഇത് ഇക്കാര്യം സ്ഥിരീകരണമായല്ലോ അല്ലേ? ഭവ്യ, അക്കാര്യത്തിലൊരു തീരുമാനമായിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് തന്നെ പലതവണ നമ്മൾ ഈ വിഷയത്തിൽ മെസ്സിയുടെ കേരളത്തിലേക്കുള്ള സന്ദർശനം ഉണ്ടാകില്ല, കേരളത്തിൽ പന്ത് തട്ടുമെന്നുള്ള ആരാധകരുടെ പ്രതീക്ഷ അത് മങ്ങലേൽപ്പിക്കുന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നതായിട്ട് നമ്മളൊരു അവിടുത്തെ പ്രമുഖ സ്പോർട്സ് ജേർണലിസ്റ്റിൻ്റെയും ഒപ്പം തന്നെ അവിടുത്തെ പത്രമാധ്യമങ്ങളുടെയും ഒക്കെ റിപ്പോർട്ടുകൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. അപ്പോഴൊക്കെ തന്നെ ഉറച്ച നിലപാടിൽ നിൽക്കുകയായിരുന്നു റിപ്പോർട്ടർ MD, ഒപ്പം തന്നെ സ്പോൺസർ കൂടിയായിട്ടുള്ള റിപ്പോർട്ടറിൻ്റെ MD ആന്റോ അഗസ്റ്റിൻ. അതായത് മെസ്സി വരില്ല എന്നുള്ള ഒരു
ഉറപ്പും വരുത്തില്ല എന്നുള്ള ഒരു ഉറപ്പും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഉണ്ടാവുകയും ചെയ്തത്. നിങ്ങൾ ഏതെങ്കിലും പത്രത്തിന്റെ വാർത്ത നോക്കിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജേർണലിസ്റ്റ് പറയുന്നത് കേട്ട അങ്ങനെ വാർത്ത കൊടുക്കുന്നത് ശരിയല്ല എന്നായിരുന്നു അന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അക്കാര്യത്തിൽ ഇപ്പോഴൊരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം സ്പോൺസർ തന്നെ നൽകുന്നു എന്നുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ ഒരു വിശദീകരണം നൽകുന്നത് ഫിഫ ഇത് അനുമതി നൽകുന്നതിൽ കാലതാമസമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിൻഡോയിൽ, അതായത് ഈ ഇന്റർനാഷണൽ ബ്രേക്കിൽ നവംബറിൽ അങ്കോളയുമായി മാത്രമായിരിക്കും മത്സരം നടക്കുക. അതേസമയം കേരളത്തിലുള്ള മത്സരം നടക്കില്ല എന്ന ഔദ്യോഗികമായി ഇപ്പോൾ സ്പോൺസർ സ്ഥിരീകരിക്കുന്നു. അടുത്ത വർഷം, അതായത് അടുത്ത വിൻഡോയിൽ ഇന്റർനാഷണൽ ബ്രേക്കിൽ മത്സരം കളിക്കാനുള്ള സാധ്യത, അതിനുവേണ്ടിയുള്ള ചർച്ചകൾ തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടർ MD പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ നേരത്തെ ഗാസ്നഡ്യൂൾ അവിടുത്തെ പ്രമുഖ സ്പോർട്സ് ജേർണലിസ്റ്റാണ്. അദ്ദേഹം മുൻകാലങ്ങളിലുമൊക്കെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഏറെ ബന്ധമുള്ള വ്യക്തി കൂടിയാണ്. അദ്ദേഹം പല വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അർജന്റീനയുടെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും തെറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ആ വാർത്തകളൊക്കെ നമ്മൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുകയും ഒരു തരത്തിലും ഈ വിഷയത്തിൽ മെസ്സി കേരളത്തിൽ പന്ത് തട്ടാൻ എത്തില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചു പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അതെല്ലാം തെറ്റാണെന്നായിരുന്നു റിപ്പോർട്ടർ MDയുടെ വാദമെങ്കിൽ അതൊക്കെ ഇപ്പോൾ പൊളിയുന്നു എന്നുള്ളതാണ് അദ്ദേഹം തന്നെ. അവിടെയാണ് മിഥുൻ, നവംബറിൽ എന്തായാലും മത്സരം നടക്കുമെന്നാണ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്. അത് മാത്രമല്ല, പക്ഷെ അപ്പോൾ പോലും അർജന്റീനൻ മാധ്യമങ്ങൾ തന്നെ പറയുന്നുണ്ടായിരുന്നു ആ മത്സരം ഉണ്ടാവില്ല എന്ന്. പക്ഷേ അപ്പോഴും ഇത് നടക്കുമെന്ന് പറഞ്ഞിരുന്നത് സ്പോൺസറാണ്. അപ്പോൾ ഒരു തരത്തിൽ ഇത് പറഞ്ഞു പറ്റിക്കുകയായിരുന്നില്ലേ മിഥുൻ? ഭവ്യ, അതായത് നമ്മൾ ഏവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഏവരും കാത്തിരുന്നത് മെസ്സി വരുമെന്നു തന്നെയായിരുന്നു എന്നുള്ളതാണ്. അതായത് എല്ലാവർക്കും കാത്തിരിക്കുന്ന ഒരു നിമിഷം കൂടിയായിരുന്നു മെസ്സി കേരളത്തിലേക്ക് വരുമെന്നുള്ളത്. അങ്ങനെ ഒരു ശുഭപ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആരാധകരെ സംബന്ധിച്ച് വളരെ കാത്തിരിപ്പായിരുന്നു. വളരെ നിർണായകമായിട്ടുള്ളൊരു നിമിഷം പങ്കുവയ്ക്കാൻ സാധിക്കുമെന്നുള്ള വളരെ കാത്തിരിപ്പിനൊടുവിലാണ് ഇത്തരത്തിലൊരു രീതിയിലുള്ളൊരു പ്രതികരണം ഇപ്പോൾ ഈ സ്പോൺസറുടെ ഭാഗത്തു നിന്ന് വരികയും ചെയ്യുന്നത്. അങ്ങനെ ഇനിയും എങ്കിലും, അതായത് ഇപ്പോഴും ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. അതായത് അടുത്ത വർഷമെങ്കിലും മെസ്സി കേരളത്തിലേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ്. അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളത് നമുക്ക് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ നിലവിൽ അവർ ഇപ്പോൾ പറഞ്ഞു വന്നിരുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിൽ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നു. ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നൽകുന്നു. ഒരു തരത്തിലും മെസ്സി ഈ വർഷം കളിക്കാൻ, മെസ്സിയും അർജന്റീനൻ ടീമും കളിക്കാൻ എത്തില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മൾ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അർജന്റീന ടീമും ഒപ്പം തന്നെ ഇത്തരത്തിൽ മെസ്സിയും വരുമെന്നുള്ള കാര്യത്തിൽ AFCയുമായി ധാരണയിലെത്തിയിരുന്നു. അതിനുവേണ്ടി തുക അനുവദിക്കുകയും ചെയ്തിരുന്നു, അത് നൽകുകയും ചെയ്തു. ആ ധാരണാപത്രത്തിൽ ഇവർ ഒപ്പിടുകയും ചെയ്തു എന്നുള്ള കാര്യമെല്ലാം ശരിയാണ്. പക്ഷേ അതിൻ്റെ എതിർ ടീമായി നിശ്ചയിച്ചിരുന്നത് ഓസ്ട്രേലിയൻ ടീമായിരുന്നു. പക്ഷേ ഓസ്ട്രേലിയൻ ടീമുമായി ബന്ധപ്പെട്ടുള്ള യാതൊരുവിധ പ്രതികരണവും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇത്തരത്തിൽ അർജന്റീനയുടെ AFCയുടെ പ്രതിനിധികൾ ഇത്തരത്തിൽ സ്റ്റേഡിയത്തിൽ വന്ന് പരിശോധന നടത്തുന്നു. അതിനുശേഷം അവർ തിരികെ മടങ്ങുകയും ചെയ്യുന്നു. ആ സമയത്ത് പോലും ഇവിടുത്തെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഈ കരാറുമായി ബന്ധപ്പെട്ടുള്ള മാനദണ്ഡങ്ങളിൽ തൃപ്തരാണ് എന്നായിരുന്നു അറിയിക്കുകയും ചെയ്തത്. തൊട്ടു പിന്നാലെയാണ് ലാൽ നാസിയോൺ അടക്കമുള്ള അവിടുത്തെ പ്രധാനപ്പെട്ട സ്പോർട്സ് മാധ്യമങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് കരാറിൽ ചില ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് ചില ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് ലംഘനങ്ങൾ എന്നൊന്നും എടുത്തു പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും തന്നെ അതനുസരിച്ചുകൊണ്ട് കേരളത്തിലേക്ക് അർജന്റീന ടീം വരുന്നില്ല. അതായത് ആ മത്സരം റദ്ദാക്കിയാണ്. മറ്റൊരു വഴി, അതായത് അങ്കോളയിൽ ഈ അടുത്ത മാസം നവംബർ 11-ാം തീയതി അങ്കോളയുമായിട്ടുള്ള മത്സരം, അതിനുശേഷം നവംബർ 17-നായിരുന്നു കേരളത്തിൽ മത്സരം നിശ്ചയിച്ചിരിക്കുന്നതെന്ന് സ്പോൺസർ ഉൾപ്പെടെയുള്ളവർ പറയുകയും. അപ്പോൾ പോലും മിഥുൻ, ഈ അർജന്റീനയ്ക്ക് 2 സഹോദര മത്സരങ്ങളാണ് ഉള്ളത്, നവംബറിലുള്ളത്. അതിലൊന്ന് നമുക്കറിയാം അങ്കോളയിലാണ്. അപ്പോൾ സ്വാഭാവികമായും രണ്ടാമത്തേത് ആഫ്രിക്കയിൽ തന്നെ മറ്റൊരു ടീമുമായി കളിക്കുമെന്നാണ് മാധ്യമങ്ങൾ നേരത്തെ പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല, ഇന്ത്യയിലേക്ക് വരും എന്ന് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അതുമാത്രമല്ല, അത് എതിർത്ത് പറഞ്ഞവരെ പരിഹസിക്കുകയും ചെയ്തിരുന്നു. ഭവ്യ, അങ്ങനെ തന്നെയാണ്. അതായത് ഇത്തരത്തിൽ അർജന്റീനൻ ടീമിനെതിരായി മത്സരിക്കുമെന്ന് ഇവർ പറഞ്ഞിരുന്ന ടീമെന്ന് പറയുന്ന ഓസ്ട്രേലിയൻ ടീമായിരുന്നു. പക്ഷേ ഓസ്ട്രേലിയയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു ഔദ്യോഗിക പ്രതികരണം ഒരു ഘട്ടത്തിൽ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൽ വസ്തുത. മറ്റൊന്ന്, ഇത്തരത്തിൽ അവർ ഏതെങ്കിലും തരത്തിൽ ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഒരു രേഖ പോലും കാണിക്കാൻ ഇത്തരത്തിൽ സ്പോൺസർക്കോ അല്ലെങ്കിൽ സംസ്ഥാന കായിക വകുപ്പിനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. വി അബ്ദുറഹ്മാനും പലകുറി ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നടത്തുമ്പോൾ എല്ലാവരും മെസ്സി വരില്ല എന്ന് പറയുന്നു. പക്ഷേ മെസ്സി
വരുമെന്നുള്ള കാര്യത്തിൽ അതിന്റെ ചർച്ചകൾ നടത്തിയതുമൊക്കെ നിങ്ങൾ പിന്നീട് വാർത്താ മാധ്യമങ്ങളിലൂടെ കാണുന്നതല്ലേ? വീണ്ടും വീണ്ടും എന്തിനാണ് ഇങ്ങനെ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത്? ഒരു ടീം വന്ന് കളിച്ചിട്ട് പോകുന്നത് അത് ഇന്ത്യയെ സംബന്ധിച്ചും കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചും ഒക്കെ വളരെ ആവേശം നൽകുന്നല്ലേ എന്നൊക്കെ ഉള്ളൊരു പ്രതികരണമായിരുന്നു മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പക്ഷേ ഇനി എന്ത് മറുപടിയായിരിക്കും കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ നൽകാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇത്രയും നാൾ താൻ എന്താണോ പറഞ്ഞിരുന്നത് അതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മെസ്സി വരുമെന്ന് പ്രതീക്ഷിച്ച് ആരാധകർ കാത്തിരുന്നു. സ്പോർട്സ് ലേഖകൻ രാജേഷ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ രാജേഷ്, ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച്, മെസ്സി ആരാധകരെ സംബന്ധിച്ച്, അർജന്റീന ആരാധകരെ സംബന്ധിച്ച് ഏറ്റവും വേദനയുണ്ടാക്കുന്ന, വിഷമമുണ്ടാക്കുന്ന, നിരാശയുണ്ടാക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലയണൽ മെസ്സി കേരളത്തിലേക്ക് എത്തില്ല. എന്താണ് താങ്കളുടെ ആദ്യ പ്രതികരണം? തീർച്ചയായിട്ടും നമുക്കിത് ആദ്യം മുതലേ ആശങ്ക ഉണ്ടായിരുന്ന കാര്യം തന്നെയാണ്. നമ്മൾ പലപ്പോഴും പറയുമ്പോൾ അല്ലെങ്കിൽ മീഡിയ ഇതിനെതിരായിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലായിരുന്നു ഇതിന്റെ സ്പോൺസറും അല്ലെങ്കിൽ കായിക മന്ത്രി അടക്കമുള്ളവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മൾ ഇതിനകത്ത് നോക്കുന്ന ലോജിക്കലായ കുറെ കാര്യങ്ങളുണ്ടെങ്കിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ വേൾഡ് കപ്പ് പോലുള്ള ഇവന്റുകളൊക്കെ കവർ ചെയ്തിട്ടുള്ള ഇത്ര വലിയ സ്റ്റേഡിയങ്ങളിൽ ഫിഫ അനുമതിയുള്ള സ്റ്റേഡിയങ്ങളിൽ പോകുന്ന അല്ലെങ്കിൽ ടീമിന്റെ ഒരു ഫിഫയുടെ ഇതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ അതിനെക്കുറിച്ചൊക്കെ മനസ്സിൽ അറിയാവുന്ന ആൾക്കാർക്ക് ഇതേ സംബന്ധിച്ച് ഒരു അടിസ്ഥാന ധാരണയുണ്ട്. അപ്പൊ ആ ധാരണ വെച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇവരോട് സംസാരിച്ചതും ചോദ്യങ്ങൾ ഉന്നയിച്ചതും. അപ്പോഴൊക്കെ ശരിക്കും നമ്മളെയാണ് ബ്ലെയിം ചെയ്തുകൊണ്ടുള്ളൊരു ഒരു പെരുമാറ്റമായിരുന്നു പ്രത്യേകിച്ച് സ്പോൺസറുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് മിനിമം ടൈമിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ എങ്ങനെ പൂർത്തിയാക്കാൻ പറ്റും എന്നൊരു അടിസ്ഥാനപരമായ ചോദ്യമുണ്ട്. പിന്നെ ഇവരുമായിട്ടുള്ള കരാർ എന്താണ്? ഇപ്പം ഇങ്ങനൊരു കരാർ ഉണ്ട് എങ്കിൽ അത് എന്തുകൊണ്ടാണ് ഇപ്പം അവർ 2 പ്രാവശ്യം 2 മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇതിന്റെ കോൺട്രാക്ട് ബ്രീച്ച് ചെയ്തേക്കുന്നത് ഇന്ത്യയാണ്, അല്ലെങ്കിൽ ഇതിന്റെ സ്പോൺസേഴ്സും കേരള സർക്കാരുമാണ് എന്നുള്ള രീതിയിൽ അവർ പറയുകയുണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അതെന്താണ്, എന്ത് കരാറാണ് ബ്രീച്ച് ചെയ്തത്, അത് എന്താണെന്ന് ഇവരുന്ന് വ്യക്തമാക്കാൻ തയ്യാറ്. നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ മെസ്സി ഇദ്ദേഹം പറഞ്ഞ കരാർ ബ്രീച്ച് ചെയ്തേക്കുന്നത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ആണെന്ന് നേരത്തെ ആ രീതിയിലുള്ള സംസാരമൊക്കെ വന്നിരുന്നു. അങ്ങനെ കരാർ ബ്രീച്ച് ചെയ്യാൻ പാടില്ല, ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നിയമപരമായിട്ട് നീങ്ങാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ ആദ്യ ഘട്ടങ്ങളിൽ ചർച്ചയൊക്കെ വന്നു. ആ ചർച്ചയൊക്കെ ന്യൂസ് എയ്റ്റീനിൽ നമ്മൾ അതാണ് ശ്രീ കെ രാജേഷ്, ഇതുമായി ബന്ധപ്പെട്ട് 2 ആഴ്ച മുൻപ് തന്നെ ന്യൂസ് എയ്റ്റീൻ വളരെ വ്യക്തമായി ഇക്കാര്യം ആധികാരികമായി തന്നെ പറഞ്ഞതാണ്, മെസ്സി കേരളത്തിലേക്ക് എത്താൻ സാധ്യതയില്ല എന്ന്. പക്ഷെ അപ്പോഴും നവംബറിൽ തന്നെ മെസ്സി കേരളത്തിലേക്ക് എത്തും എന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്നത് സ്പോൺസറാണ്. ഞങ്ങൾ അദ്ദേഹത്തിന് നിരന്തരം ബന്ധപ്പെട്ടിരുന്നു, അപ്പോഴും അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു തരത്തിൽ ഇത് ആരാധകരെ കളിയാക്കുന്നതിന് തുല്യമല്ലേ? നമുക്ക് അത്തരത്തിലുള്ള കടന്ന പ്രയോഗത്തിലേക്ക് ഒന്നും പോകണം. നമുക്ക് മെസ്സി ഇപ്പോഴും വരുന്നതും കേരളത്തിൽ കളിക്കുന്നതും ഒക്കെ സന്തോഷമുള്ള കാര്യമാണ്. അതിനുള്ള ശ്രമത്തിനെ നമ്മൾ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അതിനുവേണ്ടിയുള്ള ശ്രമം സ്പോൺസറോ അല്ലെങ്കിൽ സർക്കാർ വേണ്ട രീതിയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ അഭിനന്ദിക്കുന്നു. പക്ഷെ അപ്പോഴും ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വേണ്ട ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല. ഇത്ര സമയത്തിനുള്ളിൽ ഇത് ലഭിക്കുമോ എന്നുള്ള കാര്യത്തിലും അത് തീർച്ചയായിട്ടും ആരാധകരെ പറ്റിക്കുന്നതിന് തുല്യമാണ്. പ്രത്യേകിച്ച് ഈ സ്പോർട്സ് ഫ്രട്ടേണിറ്റിയെ തന്നെ പറ്റിക്കുന്നതിന് തുല്യം. അതുമല്ല, ന്യൂസ് എയ്റ്റീനിലെ ചർച്ചയിൽ തന്നെ ഞാനും കൂടെ ഉണ്ടായിരുന്ന ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞതാണ്, മാർച്ചിലെ വിൻഡോ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ, നവംബറിലെ വിൻഡോ മാത്രമേ നമ്മൾ നോക്കുന്നു, മാർച്ചിലെ വിൻഡോയെ കുറിച്ച് ആലോചിക്കുന്നേ ഇല്ല, നവംബറിൽ വരുവാണെങ്കിൽ മാത്രം മതി എന്നുള്ള രീതിയിലായിരുന്നു സ്പോൺസർ സംസാരിച്ചത്. നിങ്ങളുടെ ആർക്കൈവ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയും കൂടി സ്പോൺസർ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇപ്പോൾ ഇത് നടക്കില്ല എന്നും പറയുന്നു. അപ്പൊ ഇതിലേതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? അപ്പൊ ഇനിയും നമ്മളിപ്പം അടുത്ത വിൻഡോയിൽ വരുമെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ നമുക്കാകുമോ? ഇന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യമേ തന്നെ ചൂണ്ടിക്കാണിച്ച പല കാര്യം. ഇപ്പൊ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രതിനിധി ഇവിടെ വന്ന് സ്റ്റേഡിയം പരിശോധിച്ചു, ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകി തിരിച്ചുപോയി, ബാക്കി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കോളാനായിട്ട് പറഞ്ഞു എന്ന് സ്പോൺസർ നമ്മളോട് പറയുന്നു. ഇതുപോലെ തന്നെയാണ് ഇതിനെതിരാളിയായിട്ടും അല്ലെങ്കിൽ അർജന്റീനയ്ക്ക് എതിരെ കളിക്കുന്ന ഫിഫ റാങ്കിങ്ങിൽ 50ക്ക് താഴെയുള്ള ഒരു ടീം ഓസ്ട്രേലിയ ആണെന്ന് ഇവർ പറയുന്നു. ഈ ഓസ്ട്രേലിയൻ ടീം വന്നും അവർക്കും ഇതുപോലെ തന്നെ നമ്മുടെ സ്റ്റേഡിയം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്, അവരുടെ പ്ലേയേഴ്സിന്റെ സെക്യൂരിറ്റി നോക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളൊന്നും കേവലം 19 ദിവസം ഉള്ള സമയത്താണ് അതുപോലും നോക്കിയിട്ടില്ല. അപ്പൊ നമ്മൾ ഇത് ഏതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? പത്രത്തിൽ എല്ലാ പുകമറകളും സൃഷ്ടിച്ചുകൊണ്ടാണ് ശരിക്കും ഇതിന്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഹൈപ്പും കാര്യങ്ങളും ഒക്കെ വന്നു. അവസാനം നവംബർ വിൻഡോയിൽ കേരളമില്ല അല്ലേ? നവംബർ വിൻഡോ ഇപ്പം അദ്ദേഹത്തിന്റെ നമുക്കിപ്പം നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചില്ല. നവംബർ അവരുടെ ഒന്നും ഒരു ഷെഡ്യൂളിങ്ങിലും ഫിഫയുടെ ഷെഡ്യൂൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ അർജന്റീന പറയുന്ന ആയിക്കോട്ടെ ഓസ്ട്രേലിയ പറയുന്നത് ഇവരുടെ ഒന്നും ഷെഡ്യൂൾ നവംബറിൽ ഇങ്ങനെ ഇന്ത്യയിൽ ഒരു മത്സരം ഉള്ളതായിട്ടേ പറയുന്നില്ല. ഇതുവരെ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. പിന്നെ ഇതെങ്ങനെയാണ് പറഞ്ഞു വന്നെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. എന്തായാലും നവംബറിൽ കളിക്കാനാണ് ഇപ്പൊ ആൻഡോ പറയുന്നത് വിശ്വസിക്കുക മാത്രമേ നമുക്ക് തരവുള്ളൂ.
ഈ സ്റ്റേഡിയം സജ്ജമാകാത്തത് ആയിരിക്കുമോ പ്രതിസന്ധി? അല്ല, എന്താണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്? ഇപ്പം ഈ എന്താണ് 70 കോടി മുടക്കി സ്റ്റേഡിയം നവീകരിക്കുകയാണ് എന്നുള്ളതാണ് സ്പോൺസർ നമ്മളോട് പറഞ്ഞിരുന്നത്. ഈ 70 കോടി കൊണ്ട് ഈ ചുരുങ്ങിയ സമയത്തിൽ ഇത്രയധികം കാര്യങ്ങൾ അവിടെ ചെയ്തു തീർക്കാൻ പറ്റുന്നത് തികച്ചും അപ്രാപ്യമാണെന്ന് അതിനെക്കുറിച്ച് അറിയാവുന്നവരൊക്കെ പറയും. ഇത്രയധികം സീറ്റുകൾ ചേഞ്ച് ചെയ്യുന്നു എന്ന് പറയുന്നു. ഇത്ര സീറ്റുകൾ ഈ ചെറിയ സമയത്തൊന്നും ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ അത് ടർഫിന്റെ മെയിൻ്റനൻസ് ചെറിയ സമയത്തുള്ളിൽ നടത്താൻ പറ്റുമോ? ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഈ സെക്യൂരിറ്റി ആണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റേഡിയത്തിന്റെ സെക്യൂരിറ്റി ഈ ആൾക്കാരെ മുഴുവൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഡിയത്തിലെ ആൾക്കാരെ അല്ലെങ്കിൽ ഗാലറിയിലെ ആൾക്കാരെ ടർഫിലേക്കാണ്, സ്റ്റേഡിയത്തിനകത്തേക്കാണ് ഇറക്കേണ്ടത്. ഈ പർട്ടിക്കുലർ മൊമെന്റിൽ പ്ലെയേഴ്സിനെ പുറത്തേക്ക് കൊണ്ടുവരികയും കൂടെ വേണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെക്യൂരിറ്റിയായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ടോ? ഇതൊന്നും നമുക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ എന്തായാലും മെസ്സി വരാത്തതിൽ നമ്മളെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടും അതുപോലെ തന്നെ നമ്മൾ സ്പോർട്സ് ഫ്രട്ടേണിറ്റിയുടെ ഭാഗമെന്ന രീതിയിൽ നമുക്ക് അതിയായ വിഷമമുണ്ട്. അത് ഇങ്ങനെ ആകാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. എങ്ങനെ ആകാൻ പാടില്ലായിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും കേരളം പോലൊരു സ്റ്റേറ്റിൽ ഇത്തരത്തിലുള്ളൊരു ഇത് നടന്നൊരിക്കലും ആശാസ്യമല്ല. പ്രതീക്ഷിക്കാം. പിന്നെ മാർച്ചിലെ ഒരു വരവ് മെസ്സി വരട്ടെ, വരുന്നത് കാണാൻ നമുക്ക് ഇപ്പൊ എനിക്കറിയത്തില്ല. വേൾഡ് കപ്പിനോട് തൊട്ടടുത്തിരിക്കുന്ന ഒരു സമയമാണ് മാർച്ച് എന്ന് പറയുന്നത്. അടുത്ത മാർച്ചിൽ വന്ന് ഇവിടെ മെസ്സി കളിക്കുകയും, അതായത് ഒരു ഫിഫയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെ സംബന്ധിച്ചും അവർ കണക്കാക്കുന്നത് മെസ്സി അടുത്ത വേൾഡ് കപ്പിൽ കളിക്കണം. സ്പോൺസേഴ്സിന്റെ ആവശ്യം ഉണ്ടാകാം, അവരുടെ അസോസിയേഷന്റെ ആവശ്യം, ഫിഫയുടെ തന്നെ ആവശ്യമുണ്ട്. അതുപോലെ അത്തരത്തിൽ ബ്രാൻഡ് ചെയ്യപ്പെടുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു സമയത്ത് ആ വിൻഡോയിലെ മത്സരത്തിനായിട്ട് കേരളത്തിൽ മെസ്സി അടക്കമുള്ള ടീം വരും എന്നൊക്കെ നമുക്ക് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. തീർച്ചയായും. വളരെ നന്ദി ശ്രീ CK രാജേഷ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. വീണ്ടും ഞാൻ MG മിഥുനിലേക്ക് പോവുകയാണ്. മിഥുൻ, ഈ സ്റ്റേഡിയം സജ്ജമാകാത്തത് പ്രതിസന്ധി എന്ന് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നിശ്ചിത സമയത്തിനുള്ളിൽ അത് പൂർത്തിയായിട്ടില്ല എന്നുള്ളത് വലിയ വീഴ്ചയല്ലേ? എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത്? ഭവ്യ, എന്ത് മാനദണ്ഡങ്ങളാണ് ലംഘിച്ചതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് ലാ നാസിയോൺ എന്ന അവിടുത്തെ മാധ്യമം റിപ്പോർട്ട് ചെയ്തതനുസരിച്ചാണ് ഇത്തരത്തിൽ ഈ സ്റ്റേഡിയത്തിന്റെയും ഒപ്പം തന്നെ മറ്റ് സുരക്ഷാ ക്രമീകരണവും ഒക്കെ പരിശോധിക്കുന്നതിന് വേണ്ടി അർജന്റീനിയൻ അതായത് ഫുട്ബോൾ അസോസിയേഷന്റെ പ്രതിനിധികൾ കേരളത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. അവർ പരിശോധിച്ചതിന് ശേഷം തിരികെ പോയി ഒരു റിപ്പോർട്ട് സമർപ്പിക്കും. അതിൽ ഏതൊക്കെ തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായി എന്ന് അവർ എടുത്തു പറയുന്നില്ല എങ്കിൽ പോലും തന്നെ അതിലൊക്കെ ചില ലംഘനങ്ങൾ ഉണ്ടായി എന്ന് ലാ നാസിയോൺ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് ഈ ഒരു കരാറിന്റെ അല്ലെങ്കിൽ ഇത്തരത്തിൽ മെസ്സി കേരളത്തിലേക്ക് വരുന്നതിൽ നിന്ന് പിന്നോട്ടടിച്ചതെന്നുള്ള ഒരു വാദം നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ സ്പോൺസർ തന്നെ പറയുന്നതനുസരിച്ച് ഫിഫയുടെ അനുമതി അത് വൈകുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ നവംബറിൽ മെസ്സിയും ഒപ്പം തന്നെ അർജന്റീന ടീമും വരാത്തതെന്നാണ് ഇത്തരത്തിൽ സ്പോൺസറിന്റെ ഒരു വാദമുള്ളത്. ഏതാണ് ശരിയെന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലൊക്കെ തന്നെ ഇനി ഏത് വാദങ്ങളൊക്കെ മുൻപോട്ട് വെച്ചാലും അല്ലെങ്കിൽ ഇന്ന കാര്യം കൊണ്ടാണ് വരാത്തതെന്നൊക്കെ പറഞ്ഞാൽ പോലും തന്നെ ആരാധകരെ നിരാശരാക്കുന്ന ഒരു മറുപടിയാണ് സ്പോൺസർ ഭാഗത്തു നിന്നും ഉണ്ടായത്. എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന മെസ്സി വരും 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 വരുമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന സ്പോൺസർ തന്നെ ഇപ്പോൾ പറയുന്നു നവംബറിൽ വരുന്നില്ല, അടുത്ത വിൻഡോ തുറക്കുമ്പോൾ അതായത് മാർച്ചിൽ മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലേക്ക് വരും, വീണ്ടും മത്സരം നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. നമ്മളിപ്പോഴും ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു സംഭവം നടക്കട്ടെ, മെസ്സിയും അർജന്റീന ടീമും വരട്ടെ, നമുക്ക് എല്ലാവർക്കും കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിമിഷം തന്നെയാണത്. അത്തരത്തിൽ ആരാധകർ പ്രതീക്ഷിച്ച് വളരെ കാലങ്ങളായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം കേരളത്തിൽ മെസ്സിയെയും ഒപ്പം തന്നെ ഫുട്ബോളിനെയും ആരാധിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഭൂരിഭാഗം ജനങ്ങളും ഫുട്ബോളിനെ ആരാധിക്കുന്നവർ തന്നെയാണ്. അത്തരത്തിൽ നമ്മൾക്കറിയാം മറ്റൊരു രാജ്യങ്ങളിലും കണ്ടിട്ടില്ലാത്ത തരത്തിൽ അത്രത്തോളം ആവേശകരമായിട്ടാണ് ഓരോ ലോകകപ്പ് വരുമ്പോഴും അവരുടെ ഓരോ ടീമിനെയും, പ്രത്യേകിച്ച് അർജന്റീനയാകട്ടെ, ഇത്തരത്തിൽ ബ്രസീലാകട്ടെ, ഇംഗ്ലണ്ടാകട്ടെ, പോർച്ചുഗലാകട്ടെ, മറ്റ് ഏത് ടീമിനെ ആയാൽ പോലും തന്നെ അവരെയൊക്കെ അവരുടെ പ്രധാനപ്പെട്ട താരങ്ങളെയൊക്കെ വലിയ കട്ടൗട്ടുകളിലൂടെ ഒക്കെ നമ്മൾ ഉയർത്തി അത്രത്തോളം ആർപ്പുവിളിയോടുകൂടിയും ആവശ്യത്തോടുകൂടിയൊക്കെ നമ്മൾ ആ ഫുട്ബോൾ മത്സരങ്ങൾ കാണാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ മെസ്സിയുടെയും അർജന്റീനയുടെയും കടന്നുവരവ് ഉണ്ട് എന്ന് സ്പോൺസർ പ്രഖ്യാപിച്ച അന്ന് തൊട്ട് കാത്തിരിക്കുന്നതാണ്. ഈ നിമിഷം വരെയും കാത്തിരുന്നതാണ് മെസ്സിയെ കാണാൻ, ഒരു നോക്ക് കാണാൻ വേണ്ടി കേരളത്തിലെ ആരാധകർ. നവംബർ വിൻഡോയിൽ കേരളമില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി അറിയേണ്ടത്, ആരാധകർക്ക് അറിയേണ്ടത്, പ്രേക്ഷകർക്ക് അറിയേണ്ടത് ഒന്ന് മാത്രമാണ്. ഇനി കേരളത്തിൽ ഒരു മത്സരത്തിന് ഒരു സാധ്യതയുണ്ടോ? മെസ്സി കേരളത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടോ? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? MG മിഥുൻ.
അതായത് മാർച്ചിലാണ് ഇനി അടുത്ത വിൻഡോ ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു ഇന്റർനാഷണൽ ബ്രേക്ക് വരുന്നത് മാർച്ചിലാണ് എന്നുള്ളതാണ്. അപ്പോൾ 2 മത്സരങ്ങൾ സ്വാഭാവികമായും അർജന്റീന ടീമിന് ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ നേരത്തെ കായിക നിരീക്ഷകൻ രാകേഷ് അടക്കമുള്ളവർ സൂചിപ്പിച്ച പോലെ തന്നെ 2026 ലോകകപ്പ് അടുത്തു വരുന്ന സമയമാണ്, ലോകകപ്പിനോട് അടുത്തു വരുന്ന മാസങ്ങളാണ്. ആ സമയത്ത് മെസ്സി ഉൾപ്പെടെയുള്ള താരങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് പോയി ഇങ്ങനെ മത്സരം കളിക്കാനുള്ള സാധ്യത ഉണ്ടാകുമോ? പ്രത്യേകിച്ച് കേരളത്തിലേക്ക് വന്ന് മത്സരം കളിക്കാനൊക്കെ ഉള്ള സാധ്യത വളരെ വിരളമാണ് എന്നാണ് ഇത്തരത്തിൽ കായിക രംഗത്തുള്ള വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും വരട്ടെ എന്ന് മാത്രമേ നമുക്ക് ഇപ്പോൾ പറയാനാകൂ, അതേ മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാനാവൂ. നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു പ്രതീക്ഷ കൂടി ഇപ്പോൾ സ്പോൺസർ പങ്കുവെക്കുന്നുണ്ട്. അതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വരില്ല, അടുത്ത വിൻഡോയിൽ കാണാം അല്ലെങ്കിൽ അടുത്ത വർഷം കാണാം എന്ന രീതിയിലായിരിക്കുമോ വീണ്ടും പറയാൻ പോകുന്നു എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണണം. നിലവിലെ സാഹചര്യത്തിൽ നവംബറിൽ മെസ്സി എത്തില്ല എന്നുള്ളതാണ്. പക്ഷേ വരില്ല എന്ന് പറയുന്നില്ല. അടുത്ത ഇന്റർനാഷണൽ ബ്രേക്കിൽ മാർച്ചിൽ അർജന്റീന ടീമും മെസ്സിയും വരും. അതിനുവേണ്ടിയുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മാത്രമാണ് അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു പ്രതികരണം നടത്തിയെന്നുള്ളതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം നമുക്കറിയാം, ഇതിന് തുടക്കം മുതൽ ഓരോ വിഷയങ്ങളിലും അത് എടുത്തു പറയുന്നതിന് വേണ്ടി ഓരോ വാർത്താ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്ത് എല്ലാ മാധ്യമങ്ങളെയും വിളിച്ചു ചേർത്ത് നിരന്തരം അവരുടെ ചോദ്യങ്ങൾക്കുമൊക്കെ കൃത്യമായി മറുപടി നൽകിക്കൊണ്ടിരുന്ന വ്യക്തി കൂടിയാണ് ആൻഡോ അഗസ്റ്റിൻ. നമ്മൾ പലതവണ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഓരോ വാർത്തകൾ പുറത്തുവിടുമ്പോഴും അദ്ദേഹം അതിൽ മടിക്കാതെ പ്രതികരണവുമായി രംഗത്ത് വരികയും ചെയ്ത് നമ്മൾ കാണുകയും ചെയ്തതാണ്. ആവർത്തിച്ച് അദ്ദേഹം പറയുകയും ചെയ്തു മെസ്സി വരും എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അനുമതി ലഭിച്ചില്ല എന്നുള്ളൊരു വിശദീകരണം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ മാത്രം ഒതുക്കി എന്നുള്ളതാണ് ആരാധകരെ സംബന്ധിച്ച് മറ്റുള്ളവരെ സംബന്ധിച്ചൊക്കെ ഒരു ഞെട്ടലുളവാക്കിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒട്ടനവധി ചോദ്യങ്ങൾ അദ്ദേഹത്തിന് മുന്നിലേക്ക് വരാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. അതിനൊക്കെ എന്ത് മറുപടിയാകും അദ്ദേഹം നൽകാൻ പോകുന്നത് മുന്നിലേക്ക് വരും. അതിന് കൃത്യമായ ഉത്തരം നൽകി. എന്തുകൊണ്ട് മത്സരം ഉപേക്ഷിച്ചു എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത നമുക്ക് ലഭ്യമായിട്ടില്ല. അത് നൽകിയ മതിയാകുള്ളൂ. ഒപ്പം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം വന്നിട്ടുണ്ടോ? കായിക മന്ത്രിയുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രതികരണം ഈ വിഷയത്തിൽ വന്നിട്ടുണ്ടോ? കാരണം അബ്ദുറഹ്മാനൊക്കെയായിരുന്നു തുടക്കത്തിൽ മെസ്സി വരും ട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് നൽകിയത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം ഇപ്പോൾ മെസ്സി കേരളത്തിലേക്ക് ഇല്ല എന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം വന്ന സാഹചര്യത്തിൽ വന്നിട്ടുണ്ടോ മിഥുൻ? അങ്ങനെ ഒരു പ്രതികരണം ഇതുവരെയും കായിക വകുപ്പിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ കായിക മന്ത്രിയുടെ ഭാഗത്തുനിന്നോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതായത് മെസ്സി വരും ട്ടോ എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പോൾ വരില്ല ട്ടോ എന്ന് മാത്രമേ നമുക്ക് തിരിച്ച് മറുപടി പറയാൻ പറ്റൂ എന്നുള്ളതാണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇപ്പോൾ സ്പോൺസറാണ് നടത്തിയിരിക്കുന്നത്. AFAO അല്ലെങ്കിൽ ഇത്തരത്തിൽ കായിക മന്ത്രിയോ അല്ലെങ്കിൽ കായിക വകുപ്പോ ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗിക പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നത് സ്പോൺസറെ മാത്രമാണ്. സ്പോൺസർ എന്താണോ പറയുന്നത് അല്ലെങ്കിൽ അവരുമായി ഏറ്റവും കൂടുതൽ അടുത്ത് ചർച്ച ചെയ്തിട്ടും ഉള്ളതും AFAയുമായി ഒക്കെ കൂടിയാലോചനകൾ നടത്തിയിട്ടുമുള്ള ഒക്കെ ഈ സ്പോൺസർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് മാത്രമേ നമുക്കിപ്പോൾ മുഖവിലക്കെടുക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ എന്ത് പ്രതികരണമായിരിക്കും ഇനി കായിക മന്ത്രി നടത്താൻ പോകുന്നതെന്ന് നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം. പ്രത്യേകിച്ച് ആരാധകർക്ക് മുന്നിലേക്ക് പോയി അദ്ദേഹം പറഞ്ഞ ഒരു വാക്കിന്റെ പുറത്താണ് ഈ ഇത്ര നാൾ ഈ മെസ്സി വരും എന്നുള്ള രീതിയിലുള്ള വലിയ പ്രചരണം നടക്കുകയും ഒപ്പം തന്നെ അതിനുവേണ്ടി ആരാധകർ ഒത്തുകൂടുകയും ചെയ്ത് പിന്നീട് ടിക്കറ്റ് വിൽപ്പനയിലേക്ക് കടക്കാൻ പോകുന്നു എന്ന് വരെ പറഞ്ഞിരുന്നു. അതായത് ഉടൻ തന്നെ ടിക്കറ്റ് റേറ്റ് പ്രഖ്യാപിക്കും. 1 കോടി രൂപ വരെ ഒരു ടിക്കറ്റിന്, ഒരു VIP ടിക്കറ്റിന് 1 കോടി രൂപ വരെ റേറ്റ് ഉണ്ട് എന്നുള്ള അടക്കമുള്ള ചില അഭ്യൂഹങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്തതാണ്. അങ്ങനെ ഓരോ രീതിയിലുമുള്ള അഭ്യൂഹങ്ങൾ ഈ സംഭവത്തിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ടിക്കറ്റ് വിൽപ്പന ഉടൻ ഉണ്ടാകും, ടിക്കറ്റ് ഉടൻ തന്നെ പുറത്തിറക്കും, അതിൻ്റെ വിൻഡോ ഓപ്പൺ ചെയ്യുമെന്നടക്കമുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ആൻഡോ അഗസ്റ്റിൻ നടത്തുകയും ചെയ്തതാണ്. പിന്നെ ഇപ്പോൾ വരില്ല എന്ന് പറയുകയും ചെയ്തു. മറ്റൊന്ന് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചപ്പോൾ തന്നെ ഒരു ടീം കളിക്കാൻ വരുമ്പോൾ അതിന് മറ്റൊരു ടീം കൂടി വേണമല്ലോ നേർക്കുനേർ വരാൻ. പക്ഷേ ആ ടീം ഒരു തരത്തിലും ഒരു പ്രതികരണവും ഇതുവരെ, അതായത് അർജന്റീൻ ടീമുമായി അവർ കരാർ ഒപ്പിടുകയും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തുകയും ചെയ്തതാണ്. പക്ഷേ ഓസ്ട്രേലിയൻ ടീം വരുമെന്ന് പറഞ്ഞത് ആൻഡോ അഗസ്റ്റിനാണ്. പക്ഷേ അത് സംബന്ധിച്ച് ഓസ്ട്രേലിയൻ ടീമിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അവരുടെ ഫുട്ബോൾ അസോസിയേഷന്റെ ഭാഗത്തു നിന്നോ ഒരു തരത്തിലുമുള്ള പ്രതികരണം നാളിതുവരെ ആയിട്ടുണ്ടായിട്ടില്ല, ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ അവരുടെ പ്രതിനിധികൾ വന്ന് സ്റ്റേഡിയം പരിശോധിക്കുന്ന അടക്കമുള്ള ഒരു നടപടികൾ പോലും ഉണ്ടായിട്ടില്ല. അവിടെ വിസ പ്രോസസ്സിംഗ് നടക്കുന്നു എന്ന് മാത്രമുള്ള ഒരു പ്രതികരണം മാത്രമായിരുന്നു ആൻഡോ അഗസ്റ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അങ്ങനെ ബാലിശമായ രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ മാത്രമായിരുന്നു എതിർ ടീമിന്റെ കാര്യത്തിൽ ആൻഡോ അഗസ്റ്റിൻ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. പക്ഷേ
നിലവിൽ അദ്ദേഹം പറയുന്ന അനുസരിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുന്നു. നവംബറിൽ മെസ്സിയും അർജന്റീന ടീമും വരില്ല കേരളത്തിലേക്ക്. ആരാധകർക്ക് നിരാശ പങ്കുവയ്ക്കുന്ന ചില വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് 2026 മാർച്ചിൽ മെസ്സിയും അർജന്റീന ടീമും ഇവിടേക്ക് കളിക്കാൻ എത്തുമെന്ന രീതിയിൽ അതിനുവേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം പങ്കുവച്ചത്. എന്തായാലും സ്പോൺസർ ആൻഡോ ഓഗസ്റ്റിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം വന്നിരിക്കുന്നു. അദ്ദേഹം 10:30 മാധ്യമങ്ങളെ കാണുമെന്ന് പറയുന്നു. എന്ത് പറയും, എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന്, നമുക്ക് എന്ത് വിശദീകരണമാണ് നൽകാൻ പോകുന്നതെന്ന് അപ്പോൾ നമുക്ക് അറിയാമെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും കേരളത്തിലേക്ക് മെസ്സി വരും ടോ എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് കേരളത്തിന്റെ കായിക മന്ത്രിയാണ്, നമ്മുടെ സർക്കാരാണ്. അത് ആവർത്തിച്ചുകൊണ്ടിരുന്നത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ടീം സ്പോൺസറായിട്ടുള്ള സ്പോൺസർമാരാണ്. ഇപ്പോഴിതാ എന്നാൽ ലയണൽ മെസ്സി കേരളത്തിലേക്ക് എത്തില്ല എന്നുള്ള വാർത്തയാണ് ഏറ്റവും പുതുതായി വരുന്നത്. അർജന്റീന ടീം തന്നെ നവംബറിൽ കേരളത്തിലേക്ക് എത്തില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകിയിരിക്കുന്നു. ഫിഫ അനുമതി നൽകിയില്ല എന്നാണ് സ്പോൺസർമാർ നൽകുന്ന വിശദീകരണം. സ്പോൺസർമാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് പറയാനുണ്ടോ എന്ന് നമുക്ക് 10:30 കാണാം. 10:30 ആൻഡോ അഗസ്റ്റിൻ, സ്പോൺസർ ആൻഡോ അഗസ്റ്റിൻ മാധ്യമങ്ങളെ കാണുമെന്നാണ് മനസ്സിലാക്കുന്നത്. MG മിഥുനാണ് വാർത്തയുടെ വിശദ വിവരങ്ങൾ നൽകി. നമുക്ക് വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് എത്തണം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റതെന്ന് കരുതുന്ന സ്വർണം കണ്ടെത്തി. ബെല്ലാരിയിൽ നിന്നാണ് സ്വർണം കണ്ടെത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധന് വിറ്റ സ്വർണമാണ് ഇതെന്ന് സംശയിക്കുന്നു. ബെല്ലാരിയിലെ റുദ്ധം ജ്വല്ലറിയിൽ നിന്നാണ് സ്വർണം കിട്ടിയത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേർന്നു. ഡാൻ, ഇത്ര നാളും ചോദിച്ചുകൊണ്ടിരുന്നത് സ്വർണം എവിടെ, ഇപ്പോഴിതാ തൊണ്ടി മുതൽ കിട്ടിയിരിക്കുന്നു. അന്വേഷണ സംഘത്തെ സംബന്ധിച്ച്, SITയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ തെളിവ് ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണമായിരിക്കുന്നു. ശബരിമലയിൽ സ്വർണം കൊള്ള നടന്നിരിക്കുന്നു. ആ നടന്ന കൊള്ളയുടെ ഏറ്റവും സുപ്രധാനമായ തൊണ്ടി മുതൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. 2019 നഷ്ടമായ 400 ഗ്രാമിലധികം സ്വർണമാണ് ഈ ബെല്ലാരിയിലെ ജുവലറിയിൽ നിന്ന് SIT സംഘം പിടിച്ചെടുത്തിരിക്കുന്നത്. പക്ഷേ അത് ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണ്ണപ്പാളിയിലെ സ്വർണം തന്നെയാണോ എന്ന് ഇതുവരെയും ഉറപ്പിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 476 ഗ്രാം സ്വർണമാണ് ആകെ ശബരിമലയിലെ സ്വർണ്ണപ്പാളികളിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മോഷ്ടിച്ചത് എന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതിലെ ഒരു ഭാഗം സ്വർണം ബെല്ലാരിയിലെ ഈ രഥം ജുവലറി ഉടമ ഗോവർദ്ധന് വിറ്റുവെന്നായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതിന്റെ ഭാഗമായി പ്രത്യേക അന്വേഷണ സംഘം ഏതാനും ദിവസങ്ങളായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുൾപ്പെടെ വിശദമായി പരിശോധന നടത്തുകയായിരുന്നു. അങ്ങനെയാണ് ബെല്ലാരിയിലെ ജുവലറിയിൽ പരിശോധന നടത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അവിടെ നിന്നാണ് ഈ 400 ഗ്രാമിലധികം സ്വർണം പിടിച്ചെടുത്തിരിക്കുന്നത്. ഇത് സ്വർണ്ണ കട്ടികളുടെ രൂപത്തിലാണ് ഈ പിടിച്ചെടുത്ത സ്വർണമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ അത് ശബരിമലയിൽ നിന്ന് കാണാതായ സ്വർണം തന്നെയാണോ എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിശദമായ പരിശോധന പുരോഗമിക്കുകയാണ്. ഈ ഗോവർദ്ധന് അറിയാമായിരുന്നോ ഇത് സംബന്ധിച്ച്, ഇത് ശബരിമലയിലെ സ്വർണമാണ് അല്ലെങ്കിൽ അത്തരത്തിൽ സംശയിക്കുന്ന സ്വർണമാണ് എന്ന് എന്തെങ്കിലും തരത്തിൽ ഗോവർദ്ധൻ അറിയാമായിരുന്നോ? അത് സംബന്ധിച്ച് SIT എന്താണ് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഗോവർദ്ധനും ഇതിൽ പ്രതിയാകും. അതല്ലെങ്കിൽ ഒരു പക്ഷേ മാപ്പുസാക്ഷിയാവാനാണ് സാധ്യത. എന്താണ് ഗോവർദ്ധനെ സംബന്ധിച്ച് SIT പറയുന്നത് ഡാൻ? അത്തരത്തിൽ ഒരു വിവരങ്ങളും SIT കൈമാറുന്നില്ല. അത്തരത്തിൽ സ്ഥിരീകരിക്കാവുന്ന ഒരു സൂചനകൾ ഇതുവരെ നൽകിയിട്ടുമില്ല. പരിശോധന തുടരുകയാണ് എന്ന് മാത്രമാണ് അവർ ഔദ്യോഗികമായി നമ്മളോട് നടത്തിയിരിക്കുന്ന ഒരു പ്രതികരണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, ഇത് ശബരിമലയിൽ നിന്ന് തന്നെ കാണാതായ സ്വർണമാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പ് കൈവന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ തുടരുകയാണ് എന്ന് മാത്രമാണ് SITയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായി ലഭിക്കുന്ന ഒരു സ്ഥിരീകരണം. എന്തായാലും പോലീസ് അവിടെ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിയെന്നും 400 ഗ്രാമിലധികം സ്വർണം കണ്ടെത്തിയിട്ടുണ്ട് എന്ന കാര്യവും ഉറപ്പിക്കാവുന്നതാണ്. പക്ഷെ അത് ശബരിമലയിൽ നിന്ന് കാണാതായ സ്വർണമാണോ എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ച് BJP സംഘടിപ്പിക്കുന്ന രാപ്പകൽ സെക്രട്ടേറിയറ്റ് ധർണ തുടരുന്നു. സ്വർണ്ണമോഷണത്തിൽ നടപടി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും മുതിർന്ന സംസ്ഥാന നേതാക്കളുമടക്കം ഈ ഉപരോധത്തിന്റെ ഭാഗമാണ്. കനത്ത മഴയും നനഞ്ഞാണ് നേതാക്കൾ സമരത്തിൽ പങ്കെടുക്കുന്നത്. ഈ സെക്രട്ടേറിയറ്റിന്റെ ചുറ്റുഭാഗവും പോലീസ് എത്ര കോട്ട കെട്ടി സംരക്ഷിക്കാനും ശ്രമിച്ചവരുടെ ഈ സെക്രട്ടേറിയറ്റ് ഞങ്ങൾ ഇന്ന് സ്തംഭിപ്പിച്ചിരിക്കും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. 10,000-കണക്കിന് പ്രവർത്തകർ വരും. പിന്നെ പോലീസുകാരുടെ ലാത്തിയും അതുമൊക്കെ കണ്ട് പേടിക്കുന്ന പ്രവർത്തകരൊന്നുമല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകര്. അതുകൊണ്ട് ഇപ്പോൾ ഇന്നലെ രാത്രി മുതൽ തന്നെ നമുക്കറിയാം, സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജി അടക്കമുള്ളവർ മണിക്കൂറുകളോളം ഈ കോരിച്ചൊഴിയുന്ന മഴയത്ത്
നിരവധി അമ്മമാര്, സ്ത്രീകള് ഇവിടെ വന്നിരിപ്പുണ്ട്. ഇനി വരാൻ പോകുന്ന മണിക്കൂറുകൾ നമുക്ക് കാണാൻ പോകുന്നത് 10,000-കണക്കിന് ആളുകൾ വന്നുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് വളപ്പ് സ്തംഭിച്ചു പോകുന്ന രീതിയിലുള്ള വലിയൊരു സമരം ഇപ്പം കേരളം കാണാൻ പോവുകയാണ്. ബിജെപി നേതാവ് അനൂപ് ആന്റണിയുടെ പ്രതികരണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധം ശക്തമാക്കാൻ ബിജെപി ഒരുങ്ങുകയാണ്. സെക്രട്ടേറിയറ്റിന് 3 ഗേറ്റുകളും വളയുമെന്ന് പറയുന്നു. ഇന്നലെ മുതൽ നമ്മൾ ഈ സമരം കണ്ടതാണ്. കനത്ത മഴയുണ്ടായിരുന്ന ആ മഴയെ പോലും അവഗണിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള സമരം അതിപ്പോഴും തുടരുന്നു. നിലവിലെ സാഹചര്യം ഭവ്യ, ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ സമരം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതിൽ പ്രധാനമായി പറയേണ്ടത് ആദ്യം സമര ഗേറ്റിന് മുൻപിൽ ആരംഭിച്ച സമരം ഇപ്പോൾ മറ്റ് 2 ഗേറ്റിലേക്കും വ്യാപിപ്പിക്കാനുള്ള ശ്രമം ബിജെപി നടത്തുന്നുണ്ട്. ഈ കന്റോൺമെന്റ് ഭാഗത്തുള്ള ഗേറ്റിന്റെ ഭാഗത്തേക്ക് പോലീസ് ആരെയും കടത്തിവിടുന്നില്ല എന്നൊരു ഈ ഒരു തരത്തിലുള്ള ഒരു പ്രതിസന്ധി മാത്രമാണ് ബിജെപി നേരിടുന്നത്. അതിനൊപ്പം വളരെയധികം, അതായത് കേരളത്തിലുടനീളമുള്ള ഒരുപാട് പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തുന്നു. ഇതൊരു രാഷ്ട്രീയ സമ്മർദ്ദ തന്ത്രമാക്കി മാറ്റാനുള്ള ഒരു ബിജെപിയുടെ ശ്രമം വിജയം കാണുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനൊപ്പം പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ സന്നാഹമുണ്ട്. ഒരു വഴി മാത്രമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഭാഗത്തു നിന്നും കടന്നുപോകാനായി ഗതാഗതത്തിനടക്കം തുറന്നു കൊടുത്തത്. മറ്റൊരു ഭാഗത്തേക്കും പ്രവർത്തകർക്ക് എത്താൻ കഴിയാത്ത തരത്തിൽ അത് രാവിലെ മുതൽ തന്നെ പോലീസിന്റെ നിയന്ത്രണമുണ്ട്. പക്ഷെ അതെല്ലാം വകവെച്ചുകൊണ്ട് കൂടുതൽ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തും എന്നതിനെയാണ് അനൂപ് ആന്റണി അടക്കം നമ്മോട് പ്രതികരിച്ചിട്ടുള്ളത്. വളരെ ചെറിയ രീതിയിലാണെങ്കിലും പ്രവർത്തകർ 2 ഗേറ്റിന് മുൻപിലേക്കും എത്തിയിട്ടുണ്ട്. 2 ഗേറ്റിന് മുൻപിലും ഇപ്പോൾ പ്രതിരോധം സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമര ഗേറ്റിന് മുൻപിലുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കന്റോൺമെന്റ് ഗേറ്റിന് സമീപത്തേക്ക് ഇപ്പോൾ പ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അത് കുറച്ചുകൂടി പോലീസ് സുരക്ഷയുള്ള ഭാഗമായതിനാൽ അങ്ങോട്ടേക്ക് എത്താൻ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ 10 മണി കഴിയുന്നതോടുകൂടി മുതിർന്ന നേതാക്കന്മാർ ഇവിടേക്ക് എത്തും. അതിനൊപ്പം തന്നെ കൂടുതൽ പ്രവർത്തകരും, അതായത് സംസ്ഥാനത്തുടനീളമുള്ള കൂടുതൽ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ള കാര്യമാണ് ഇവിടെ നിന്നും നേതാക്കൾ പറയുന്ന കാര്യം. അതിനൊപ്പം ഇന്ന് വൈകുന്നേരമാകുന്നതോടുകൂടി സെക്രട്ടേറിയറ്റ് സ്തംഭിപ്പിക്കുക, ഇതൊരു രാഷ്ട്രീയ സമ്മർദ്ദ തന്ത്രമാക്കി മാറ്റി കേരളത്തിലുടനീളമുള്ള വിശ്വാസ സമൂഹത്തിന്റെ വിശ്വാസം ആർജിച്ചെടുക്കുക. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ബിജെപിയുടെ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം അത് കേരളവും ദേശീയ തലത്തിലുമടക്കം ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് എത്തിക്കുക എന്നാണ് ബിജെപി നേതൃത്വത്തിന്റെ ഒരു ലക്ഷ്യം തന്നെ. ഇതിൽ കൃത്യമായി വിജയിക്കുമോ ഇല്ലയോ എന്നാണ് എനിക്ക് അറിയാനുള്ളത്. ഇതിനു മുൻപ് ഇത്തരത്തിലൊരു സെക്രട്ടേറിയറ്റ് വളയൽ സമരമൊക്കെ വളരെ ചരിത്രപരമായ ഒന്നായിരുന്നു. അത്തരത്തിലേക്ക് ഈ ഒരു സമരം കടക്കുമോ എന്നതും ഒരു ചോദ്യമാണ്. പക്ഷേ ഈ ഒരു കേന്ദ്ര ഏജൻസി ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കണം. അതിനൊപ്പം തന്നെ ദേവസ്വം മന്ത്രിയും ഈ സർക്കാർ അടക്കം രാജിവെച്ച് ഒഴിഞ്ഞു പോകണമെന്ന വലിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നലെ മുതൽ സമരം ആരംഭിച്ചത്. ഇന്നലെ രാത്രി തന്നെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള വലിയ പ്രമുഖ നേതാക്കന്മാർ ഇപ്പോൾ ഇന്നലെ രാത്രി മഴ കൊണ്ടിട്ടടക്കം ഇത്തരത്തിൽ പ്രതിഷേധിച്ചിരുന്നു. പ്രതികരണങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്തരത്തിലാണ് പ്രതിഷേധം? കൂടുതൽ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തുമോ? തീർച്ചയായിട്ടും ഇന്നലെ വൈകുന്നേരം ആരംഭിച്ചിട്ടുള്ള സമരമാണ്. ഞങ്ങളുടെ പ്രവർത്തകന്മാര് ഈ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. പോലീസ് നേരിട്ട് ചില ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് പ്രവർത്തകന്മാരിപ്പോ 3 ഗേറ്റുകൾ നിശ്ചയിച്ച 3 ഗേറ്റുകളും ഉപരോധിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ആയിരക്കണക്കിന് പ്രവർത്തകന്മാര് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ അമ്പലക്കൊള്ളക്കാർക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിന്റെ സൂചനയാണ് ഈ കാണുന്നത്. കാരണം കഴിഞ്ഞ ഒരു 2-3 ആഴ്ചക്കാലമായിട്ട് സമരങ്ങളുടെ വേലിയേറ്റമാണ്. തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൌസിലേക്ക് സമരം നടത്തിയത് മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഈ കേരളത്തിന്റെ സമര ചരിത്രത്തിലെ ഒരു സുപ്രധാനമായിട്ടുള്ള അധ്യായമായിട്ട് മാറും. ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമായിട്ട് ഈ പിണറായി സർക്കാരിനെതിരെയുള്ള പ്രതിഷേധ പരിപാടിയായി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ ഉപരോധ സമരം ഇപ്പൊ മാറിയിരിക്കുകയാണ്. കേന്ദ്ര ഏജൻസി അന്വേഷിക്കുക, ഒപ്പം ദേവസ്വം മന്ത്രി അടക്കമുള്ള രാജിവെക്കുക, ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പ്രതിഷേധം. അതിൽ വിജയം കാണുന്നവരെ ഈ ഒരു പ്രക്ഷോഭമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. തീർച്ചയായിട്ടും ദേവസ്വം മന്ത്രി വാസവൻ രാജിവെക്കുക എന്നുള്ളത് ഏറ്റവും മിനിമം ആവശ്യമാണ്. അതുകൂടാതെ കഴിഞ്ഞ ഒരു 30 വർഷക്കാലമായിട്ട് ഈ കേരളത്തിലെ ദേവസ്വം ബോർഡ് അഴിമതിയുടെ കൂടാരമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട്. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡുകളിലും ക്ഷേത്രങ്ങളിലും
ഇത്തരത്തിലുള്ള കൊള്ളകൾ നടന്നതായിട്ടുള്ള തെളിവുകൾ ഇപ്പൊ പുറത്തു വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണവും CAG റിപ്പോർട്ടും CAGയുടെ ഓഡിറ്റ് റിപ്പോർട്ടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് ഈ LDFും UDFും ഭരിക്കുന്ന സമയത്ത് ഈ ദേവസ്വം ബോർഡില് എന്തൊക്കെയാണ് നടത്തിയിരിക്കുന്നത് എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. വിശ്വാസി സമൂഹം ആ ആവശ്യങ്ങൾക്കൊപ്പമാണ്, ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പമാണ്. അതുകൊണ്ടാണ് ഇന്നലെ വൈകിട്ട് നമ്മൾ കണ്ടു, കോരിച്ചൊരിയുന്ന മഴയത്തും ആയിരക്കണക്കിന് പ്രവർത്തകന്മാര് ആ മഴ നനഞ്ഞുകൊണ്ട് ഈ സമരത്തോടൊപ്പം അണിനിരക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉത്തമ വിശ്വാസമുണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ ജനപിന്തുണ, ഈ വിശ്വാസികളുടെ ജനപിന്തുണ ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കുകയാണ്, ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമായി ഈ സമരം മാറിയിരിക്കുകയാണ്. അത്തരത്തിലാണ് ഈ ഒരു പ്രതിഷേധം വലിയ തരത്തിലേക്കുള്ള ഒരു രാഷ്ട്രീയ സമ്മർദ്ദമാക്കി മാറ്റിയെടുക്കുക എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കടക്കുന്നത്. കുറച്ചു സമയം കഴിയുന്നതോടുകൂടി കൂടുതൽ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭവ്യ, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി കാണാം, സ്ത്രീകളടക്കമുള്ള നിരവധി പ്രവർത്തകരെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയും കൂടുതൽ ആളുകളെ കൂടുതൽ പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തും എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നു സാരംഗ് നൽകുന്ന റിപ്പോർട്ടിൽ നിന്ന്. സാരംഗ്, ഇപ്പോൾ ഏതൊക്കെ മുതിർന്ന നേതാക്കളാണ് ഈ രാപ്പകൽ സമരത്തിന്റെ ഭാഗമായി അവിടെ ഉള്ളത്? ഇനി ആരൊക്കെ അങ്ങോട്ട് എത്തിച്ചേരും? ഭവ്യ, ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനും ഒപ്പം സംസ്ഥാന BJP സംസ്ഥാന രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാർ ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസമുള്ള കനത്ത മഴയെ നേരിട്ടുകൊണ്ട് തന്നെ മുതിർന്ന നേതാക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിനൊപ്പം 3 ഗേറ്റിലുമായി പല നേതാക്കൾ അണിനിരുന്നുകൊണ്ട് ഈ പ്രവർത്തകരെ ഇത്തരത്തിൽ അഭിസംബോധന ചെയ്യും. ഒപ്പം ഈ ഒരു പ്രക്ഷോഭം വൈകുന്നേരം വരെ കനത്ത രീതിയിൽ, അതായത് 3 ഗേറ്റും ഇത്തരത്തിൽ സ്തംഭിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ച പ്രതികരണം. ഇത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റ് വളയുന്ന തരത്തിലേക്കുള്ള, അതായത് സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനം തന്നെ സ്തംഭിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ ഒരു സമരം മാറും. അത് കൂടുതൽ രാഷ്ട്രീയ സമ്മർദ്ദം, വരാൻ പോകുന്ന ഇലക്ഷനിലും മറ്റുമുള്ള ഈ ഒരു സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് BJP കുറച്ചുകൂടി അടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല, ഇതിപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും മാത്രമുള്ള പ്രവർത്തകരല്ല, മറ്റ് ജില്ലകൾ, കേരളത്തിൽ ഉടനീളമുള്ള ജില്ലകളിൽ നിന്നുള്ള 10,000 കണക്കിന് പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഭവ്യ, സാരം സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റതെന്ന് കരുതുന്ന സ്വർണം കണ്ടെത്തി. ബെല്ലാരിയിൽ നിന്നാണ് സ്വർണം കണ്ടെത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധന് വിറ്റ സ്വർണമാണിതെന്ന് സംശയിക്കുന്നു. ബെല്ലാരിയിലെ റൊദ്ദം ജ്വല്ലറിൽ നിന്നാണ് സ്വർണം കിട്ടിയത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണിപ്പോൾ പുറത്തുവരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റതെന്ന് സംശയിക്കുന്ന ശബരിമലയിലെ സ്വർണം എന്നാണ് സംശയം. എന്താണ് വിവരങ്ങൾ? ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റതെന്ന് കരുതുന്ന സ്വർണം കണ്ടെത്തിയെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ സ്വർണം ബെല്ലാരിയിൽ നിന്നാണ് കണ്ടെത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധന് വിറ്റ സ്വർണമാണിതെന്നാണ് സംശയിക്കുന്നത്. ബെല്ലാരിയിലെ റൊദ്ദം ജ്വല്ലറിൽ നിന്നാണ് സ്വർണം കിട്ടിയത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അങ്ങനെയാണെങ്കിൽ ഗോവർദ്ധൻ ഇത് ശബരിമലയിലെ സ്വർണമാണ് എന്നറിഞ്ഞുകൊണ്ടാണോ ഇത് സ്വീകരിച്ചത് എന്നുള്ള കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ SIT തന്നെയാണ് ഇത് ശബരിമലയിലെ സ്വർണമാണോ എന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥിരീകരണം നൽകേണ്ടത്. ആ സ്ഥിരീകരണത്തിലേക്ക് SIT എത്തുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേർന്നു. ഡാൻ, വിശദാംശങ്ങൾ. 2019 ഈ സ്വർണം, അതായത് 476 ഗ്രാമിലധികം സ്വർണം ഈ ഗോവർദ്ധന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയിരിക്കുന്നത് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ സ്ഥിരീകരണം. പക്ഷേ ഈ പിടിച്ചെടുത്ത സ്വർണം ശബരിമലയിലെ അതേ സ്വർണം തന്നെയാണോ എന്ന കാര്യത്തിലാണ് ഉറപ്പില്ലാത്തത്. അത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പരിശോധനകളാണ് തുടരുന്നത്. ഒരുപക്ഷെ ഈ അതിന് സമാനമായ തരത്തിൽ, അതായത് അവിടെ നിന്ന് നഷ്ടമായതിന് സമാനമായ തരത്തിലുള്ള സ്വർണം അവിടെ നിന്ന് റിക്കവർ ചെയ്യാനുള്ള ഒരു നീക്കം SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. ആ വഴിയിലേക്ക് കൂടി അന്വേഷണം എന്തായാലും നീങ്ങുന്നുണ്ട്. പക്ഷേ ഗോവർദ്ധന് ഇത് ശബരിമലയിൽ നിന്ന് അപഹരിച്ച സ്വർണമാണോ എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ. മാത്രമല്ല
ഈ ഗോവർദ്ധനെയും ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റു പല കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കബളിപ്പിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടോ എന്നാണ് സംശയം. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് നേരിട്ട് ഈ സംഭവങ്ങളിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൈവന്നിട്ടില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി വിശ്വാസം നേടിയെടുക്കുന്നതിനായി ഇവിടെയുള്ള, അതായത് കേരളത്തിലെ ദേവസ്വം ബോർഡ് ഭാരവാഹികളുമായും മന്ത്രിമാരുമായും അങ്ങനെ പ്രമുഖരുമായി ഒക്കെ ഒപ്പം നിന്നുള്ള ചിത്രങ്ങൾ ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് മറ്റ് പലരെയും സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയതാണ്. അതിൽ പെടുന്ന ഒരാളാണോ ഗോവർദ്ധൻ എന്നാണ് ഇപ്പോൾ വ്യക്തത കൈവരേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ആ ദിശയിൽ അന്വേഷണം നടക്കുന്നത്. നേരിട്ട് ഗോവർദ്ധന് ഈ ശബരിമലയിൽ നിന്ന് സ്വർണം മോഷ്ടിക്കപ്പെട്ട സംഭവത്തിൽ നേരിട്ട് പങ്കുണ്ടോ എന്ന് കഴിയാത്ത ഒരു സാഹചര്യമാണ്. അത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകളാണ് ഇപ്പോൾ SIT നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഗോവർദ്ധന ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ SIT അന്വേഷണം നടക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ SIT പറയുന്നത് പോലെ തന്നെ ഇയാൾക്ക് ഇതുമായി ബന്ധമില്ലെങ്കിൽ, അതല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇയാളെയും ഗോവർദ്ധനെയും കബളിപ്പിക്കുകയായിരുന്നുവെങ്കിൽ സ്വാഭാവികമായി ഒരു മാപ്പുസാക്ഷിയാക്കാനുള്ള സാധ്യതയല്ലേ മുൻപിലുള്ളത്? ഒപ്പം SIT ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചനകൾ നൽകുന്നുണ്ടോ? പ്രിയപ്പെട്ട പ്രേക്ഷകരോടാണ്. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഗോവർദ്ധനന്റെ ചിത്രമാണ്. ഡാൻ തുടരാം. SITയുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും മാധ്യമങ്ങളുമായി പങ്കുവെക്കാൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല, കോടതിയുടെ ഒരു നിരീക്ഷണം ഈ വിഷയത്തിൽ നിലനിൽക്കുന്നതിനാൽ നമുക്ക് SITയെ ഒഫീഷ്യലി ഉദ്ധരിച്ചുകൊണ്ട് ഒരു വാർത്തകളും കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. കാരണം അത്രയും സെൻസേഷണലായ ഒരു ഗൗരവത്തോടെ കോടതി തന്നെ നോക്കിക്കാണുന്ന ഒരു കാര്യം, അവിടെ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട ഇത്തരം വിശദാംശങ്ങൾ പങ്കുവെക്കുന്നതിൽ പരിമിതി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ സ്വർണം ശബരിമലയിൽ നിന്ന് തന്നെ നഷ്ടമായതാണോ എന്ന് ഇപ്പോഴും ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ദിശയിൽ പരിശോധന നടക്കുന്നതേ ഉള്ളൂ. അത് വ്യക്തമാകാൻ ഇനിയും താമസമെടുക്കും. എന്തായാലും നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധനെ ഈ സ്വർണം കൈമാറിയിട്ടുണ്ട് 2019 എന്നത് മാത്രമാണ് സ്ഥിരീകരിക്കാവുന്ന ഒരു വിവരമായിട്ടുള്ളത്. അവിടെ SIT പരിശോധന നടത്തിയിട്ടുണ്ട്, അത് പൂർത്തിയാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് 400 ഗ്രാമിലധികം സ്വർണം പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ അത് ആ കടയിൽ, ആ ജ്വല്ലറിയിൽ ഉണ്ടായിരുന്ന സ്വർണമാണോ അതോ ശബരിമലയിൽ എത്തിച്ച് അവിടെ സൂക്ഷിച്ചിരുന്ന സ്വർണമാണോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക കണ്ടെത്തൽ നടത്തിയിരിക്കുന്നു. സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയ സ്വർണം SIT കണ്ടെത്തിയിരിക്കുന്നു. അത് ശബരിമലയിലെ സ്വർണം ആണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്നാണ് അന്വേഷണ സംഘം ഈ സ്വർണം വീണ്ടെടുത്തത്. ഇന്നലെ വൈകുന്നേരം SP ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടന്നത്. സ്വർണ്ണ കട്ടികളാണ് കണ്ടെത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. 400 ഗ്രാമിന് മുകളിലുള്ള സ്വർണ്ണ കട്ടികളാണ് കണ്ടെത്തിയത്. ഡാൻ, അങ്ങനെ തന്നെയല്ലേ? ഈ 400 ഗ്രാമിന് മുകളിലുള്ള സ്വർണ്ണ കട്ടികൾ തന്നെയാണോ കണ്ടെത്തിയത്? അങ്ങനെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് അത് ഈ ജ്വല്ലറിയിൽ സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? 2019 ഇത് കൈമാറിയതിന് ശേഷം മുതൽ തന്നെ ഈ ജ്വല്ലറിയിലുണ്ടോ അതോ അത് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അതിന് തത്തുല്യമായ സ്വർണം അന്വേഷണ സംഘം അവിടുന്ന് വീണ്ടെടുക്കുകയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ നമുക്ക് ഇനിയും വ്യക്തത കൈവരാനുണ്ട്. എന്തായാലും ഗോവർദ്ധനെ വിശദമായി തന്നെ പ്രത്യേക അന്വേഷണ സംഘം കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന്റെ ഭാഗമായി മൊഴിയെടുക്കുകയോ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയോ ചെയ്തേക്കാം. പക്ഷേ നിലവിൽ ഗോവർദ്ധനെയും ഉണ്ണികൃഷ്ണൻ പോറ്റി കബളിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു നീക്കത്തിന്റെ ഭാഗമായി ഈ സ്വർണം അവിടെ കൈമാറിയതാണോ അതോ അതിനപ്പുറത്തേക്ക് ഇത് കൃത്യമായി ശബരിമലയിൽ നിന്ന് അപഹരിക്കപ്പെട്ട സ്വർണം തന്നെയാണോ? ഈ കാര്യങ്ങളിലാണ് വ്യക്തത കൈവരാനുള്ളത്. അന്വേഷണത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു നീക്കമായി തന്നെ നിലവിലുണ്ടായിരിക്കുന്ന ഈ നടപടികളെ വ്യാഖ്യാനിക്കേണ്ടി വരും. മാത്രവുമല്ല, ശബരിമലയിൽ ഉൾപ്പെടെ പ്രത്യേകിച്ച് സന്നിധാനത്തുൾപ്പെടെ എത്തിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള തെളിവെടുപ്പ് ഉടൻ ഉണ്ടാകും. കാരണം ഒരാഴ്ച മാത്രമാണ് ഇനി കസ്റ്റഡി കാലാവധി ശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരാഴ്ചക്കകത്ത് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടന്ന സ്ഥലങ്ങളിലും തട്ടിപ്പിന്റെ പ്രഭവ കേന്ദ്രം, അതായത് സന്നിധാനത്ത് ഉൾപ്പെടെ നമുക്കറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഈ ബെല്ലാരിയിൽ അടക്കം എത്തിച്ച് തെളിവെടുക്കുമെന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ ലഭ്യമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ശബരിമലയിലെ സ്വർണമാണ് ഗോവർദ്ധന് കൈമാറിയതെങ്കിൽ സ്വാഭാവികമായും ഈ റൊദ്ദം ജ്വല്ലറിയിൽ അടക്കം എത്തി തെളിവെടുപ്പ് ഉണ്ടാവുകയില്ലേ ഡാൻ? അതായത് ബംഗളൂരുവിലും പരിശോധന നടക്കുന്നു എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ബംഗളൂരുവിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിലാണ്, ശ്രീറാംപുരിയിലെ ഫ്ളാറ്റിലാണ് ഈ പരിശോധന നടക്കുന്നത് എന്ന
വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരേ സമയം പല സ്ഥലങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിന്റെ ഭാഗമായി ഒരേ സമയം പലയിടങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന നടക്കുകയാണ് എന്ന് വേണം ഉറപ്പിക്കാൻ. അന്വേഷണത്തിലെ ഒരു സുപ്രധാനമായ ഒരു നീക്കത്തിലേക്ക്, നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് ഈ പരിശോധനകൾ എത്തുകയാണ്. എന്തായാലും സ്വർണം വീണ്ടെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ ശബരിമലയിൽ നിന്ന് നഷ്ടമായ സ്വർണമാണോ എന്ന സംശയം ബാക്കിയാകുന്നതിനിടയിലാണ് ഈ ബംഗളൂരുവിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിലും കൂടി പരിശോധന നടക്കുന്നത്. ശ്രീറാംപുരിയിലെ ഫ്ളാറ്റിലും പരിശോധന നടക്കുന്നു എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത സുഹൃത്താണ് ഇപ്പോൾ നമ്മളിപ്പോൾ പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗോവർദ്ധൻ എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇയാൾക്ക് അറിയാമായിരുന്നോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ബാക്കി നിൽക്കുന്നു. അതിന് ഉത്തരം കണ്ടെത്തേണ്ടത് SIT ആണ് അല്ലേടാൻ? അതായത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ തനിക്ക് വലിയ സ്വാധീനമുണ്ട് എന്ന തരത്തിൽ മറ്റുള്ളവരെ അവിടെ നിന്നുള്ള പ്രമുഖരുമൊത്തുള്ള ചിത്രങ്ങൾ ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് അത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ട് പലരെയും സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പ്രത്യേക അന്വേഷകർ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ആ വലയിൽ വീണതിൽ അധികവും കേരളത്തിന് പുറത്തു നിന്നുള്ളവരാണ്. അതിൽ തന്നെ അയ്യപ്പ ഭക്തരായ വലിയ ബിസിനസ്സുകാർ ഉൾപ്പെടെയുള്ളവർ അത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വലയിൽ വീണിട്ടുണ്ട്. അവരുടെ വിശ്വാസം ആർജിച്ചുകൊണ്ടായിരുന്നു ഈ തട്ടിപ്പുകൾ നടന്നിരുന്നത്. അത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശ്വസിക്കുകയും പിന്നീട് കബളിപ്പിക്കപ്പെടുകയും ചെയ്ത ഒരാളാണോ ഈ ഗോവർദ്ധൻ എന്ന കാര്യമാണ് വ്യക്തമാകാനുള്ളത്. നിലവിൽ ഗോവർദ്ധനൻ നൽകിയിരിക്കുന്ന സൂചനകൾ അനുസരിച്ച്, പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇയാൾ ഈ തട്ടിപ്പിന്റെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധനെയും കബളിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള മൊഴി അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ SITക്ക് കൈമാറിയിട്ടുണ്ടെന്നാണ് സൂചന. അതിനപ്പുറത്തേക്ക് ശബരിമലയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട സ്വർണമാണ് ഇത് എന്ന് നേരത്തെ തന്നെ ഗോവർദ്ധന് അറിയാമായിരുന്നു എന്ന കാര്യത്തിൽ വിശദമായ തെളിവെടുപ്പും പരിശോധനകളും വേണ്ടിവരും. അത് അത്തരത്തിലുള്ള നടപടികൾ വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് വിവരം. അതിനപ്പുറത്തേക്ക് കടുത്ത നടപടികളിലേക്ക് ഗോവർദ്ധനെതിരെ ഇപ്പോൾ നീങ്ങാനുള്ളൊരു സാധ്യത കാണുന്നില്ല. കാരണം ഗോവർദ്ധന് എത്രമാത്രം ഈ സംഭവവുമായി നേരിട്ട് ബന്ധമുണ്ട് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്ന ശേഷമേ തുടർ നീക്കങ്ങളിലേക്ക് കടക്കുകയുള്ളൂ എന്നാണ് സൂചന. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നു. സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയ സ്വർണം SIT കണ്ടെത്തിയിരിക്കുന്നു. ബലാരിയിലെ ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്നാണ് അന്വേഷണ സംഘം ഈ സ്വർണം വീണ്ടെടുത്തത്. ഇന്നലെ വൈകുന്നേരം SP ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു അവിടെ പരിശോധന. സ്വർണ്ണക്കട്ടികളാണ് കണ്ടെത്തിയത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. 400 ഗ്രാമിന് മുകളിലുള്ള സ്വർണ്ണക്കട്ടികളാണ് കണ്ടെത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങളും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പുളിമാത്ത് വീട്ടിൽ നിന്നാണ് ഇത്തരത്തിൽ സ്വർണ്ണ നാണയങ്ങൾ കസ്റ്റഡിയിലെടുത്തത്. അതുമാത്രമല്ല 2 ലക്ഷത്തോളം രൂപയും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ശബരിമലയിലെ സ്വർണ്ണപ്പാളികളിൽ നിന്ന് വേർതിരിച്ച സ്വർണം കർണാടകയിലെ സ്വർണ്ണ വ്യാപാരിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റിരുന്നു എന്ന് നേരത്തെ തന്നെ SIT കണ്ടെത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇപ്പോൾ ഇതാ ബെല്ലാരിയിൽ ഗോവർദ്ധനിൽ ഈ രുദ്രം ജ്വല്ലറിയിൽ എത്തി നിൽക്കുന്നത്. എന്തായാലും ഇത് ശബരിമലയിലെ സ്വർണം തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഇനി ഒരു സ്ഥിരീകരണം നൽകേണ്ടത് SIT ആണ്. ഇക്കാര്യത്തിൽ ഡാൻ കുര്യനാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിശദാംശങ്ങൾ പങ്കുവച്ചത്. CPI-യിൽ ഭിന്നത രൂക്ഷമായതോടെ CPI അനുനയിപ്പിക്കാൻ CPI-യുമായി ഉഭയകക്ഷി ചർച്ച നടക്കും. തിങ്കളാഴ്ച വരെ സർക്കാർ പരിപാടികളിൽ CPI മന്ത്രിമാർ പങ്കെടുക്കില്ല. കണ്ണൂരിൽ ഇന്ന് മാവേലി സ്റ്റോറുകളുടെ ഉദ്ഘാടനത്തിൽ നിന്ന് മന്ത്രി GR അനിൽ വിട്ടുനിൽക്കുകയാണ്. ബംഗാളിൽ കണ്ട പ്രവണതകൾ കേരളത്തിലെ CPM-ലും കാണുന്നുവെന്നാണ് CPI ദേശീയ സെക്രട്ടേറിയറ്റിൽ വിമർശനമുയർന്നത്. സർക്കാരിന്റെ തീരുമാനം പിൻവലിക്കാൻ CPI സമ്മർദ്ദം ശക്തമാക്കുമ്പോഴും പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് CPM. PR കാർത്തിക് നൽകും വിവരങ്ങൾ. കാർത്തിക്, മൂന്നാം പിണറായി സർക്കാർ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കളത്തിലിറങ്ങാൻ നിൽക്കുന്ന LDF-ന് വലിയ ഭിന്നതയാണിപ്പോൾ നേരിടേണ്ടി വരുന്ന സാഹചര്യമുള്ളത്. CPI പിണങ്ങി നിൽക്കുന്നു. ഘടകകക്ഷികളെ ഇരുട്ടിൽ നിർത്തി എന്നുള്ള ആരോപണം ഉന്നയിച്ചത് CPI നേതാക്കൾ തന്നെയാണ്. ഇപ്പോൾ ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. CPI മന്ത്രിമാർ ചടങ്ങുകളിൽ നിന്നടക്കം മാറി നിൽക്കുന്നു. ഇത് എന്തിന്റെ സൂചനയാണ്? കടുത്ത നീക്കത്തിലേക്ക് CPI പോകുമെന്ന് പ്രതീക്ഷിക്കണമോ? ഒരു അനുനയ നീക്കം അത് വിജയം കാണുമോ? എന്താണ് ഏറ്റവും പുതുതായി ലഭ്യമാകുന്ന വിവരങ്ങൾ?
ഭവ്യ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് പരസ്യമായി രംഗത്ത് വരുന്നു. CPIയുടെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ഇന്ന് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു. അതിനുമപ്പുറത്തേക്ക് CPIയുടെ മുഖപത്രമായ ജനയുഗത്തിൽ CPMനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് എഡിറ്റോറിയൽ വന്നിരിക്കുന്നു. സമീപകാലത്തൊന്നും ഇടതുമുന്നണിയിൽ ഉണ്ടാകാത്ത തരം പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. PM ശ്രീ വിഷയത്തിൽ CPIയെ എങ്ങനെ മെരുക്കും എന്ന കൂടിയാലോചനകളിലാണ് CPM നേതൃത്വം ഇപ്പോൾ ഉള്ളത്. സ്വാഭാവികമായും അനുനയ നീക്കം അനിവാര്യമാണ്. നേരത്തെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട LDF കൺവീനർക്കും സർക്കാരിനും കത്ത് നൽകിയിരുന്നു. പക്ഷേ ഈ കരാറിൽ നിന്ന് ഇനി പിൻവാങ്ങുക അസാധ്യമാണ്. സ്വാഭാവികമായും ഇക്കാര്യങ്ങൾ CPIയെ ബോധ്യപ്പെടുത്തുക എന്നത് മാത്രമാണ് ഇനി പോംവഴി. CPI പരസ്യമായി ഇത്രയും രംഗത്ത് വന്ന സാഹചര്യത്തിൽ അവരെ എങ്ങനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും എന്നതാണ് ഇനി CPMന് മുന്നിലുള്ള വെല്ലുവിളി. അതിൽ രണ്ട് തരത്തിലുള്ള ഇടപെടലുകളാണ് പ്രതീക്ഷിക്കുന്നത്. ഒന്ന് ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ, മറ്റൊന്ന് മുഖ്യമന്ത്രിയുടെ നേരിട്ട് ഇടപെട്ട് സംസ്ഥാന നേതാക്കളുമായി ചർച്ച നടത്തും. ഇന്ന് MA ബേബി ചെന്നൈയിൽ നിന്ന് ദില്ലിയിലെത്തും. MA ബേബിയുമായി CPIയുടെ ജനറൽ സെക്രട്ടറി D രാജ നേരിട്ട് കണ്ട് കൂടിക്കാഴ്ച നടത്തി ഇക്കാര്യത്തിലുള്ള അതൃപ്തി അറിയിക്കും. നേരത്തെ തന്നെ അദ്ദേഹത്തിന് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കത്ത് നൽകിയിരുന്നു. സ്വാഭാവികമായും ഈ വിഷയത്തിൽ CPM ദേശീയ നേതൃത്വത്തിന്റെ പ്രതികരണം എന്താണ് എന്നറിഞ്ഞ ശേഷമാവും സംസ്ഥാന തലത്തിലുള്ള ഇടപെടലുണ്ടാകുക. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു ഉഭയകക്ഷി ചർച്ച നടന്നേക്കും. ഈ ഉഭയകക്ഷി ചർച്ചയിൽ പാഠ്യപദ്ധതിയിലടക്കം ഈ പ്രത്യയശാസ്ത്രപരമായ RSS മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തില്ല എന്നൊരു ഉറപ്പായിരിക്കും CPMന് നൽകാൻ കഴിയുക. അതിനും അപ്പുറത്തേക്കുള്ള ഉറപ്പുകൾ ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയില്ല. ഈ ഉറപ്പുകൾ വിശ്വാസത്തിലെടുത്തുകൊണ്ട് CPI എന്ത് തീരുമാനിക്കും എന്നതാണ് നിർണായകം. 27-നാണ് CPIയുടെ സംസ്ഥാന നിർവാഹക സമിതി യോഗം ആലപ്പുഴയിൽ ചേരുന്നത്. ഈ യോഗം സ്വാഭാവികമായും നിർണായകമാകും. കാരണം 29-ന് മന്ത്രിസഭാ യോഗമുണ്ട്. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കടുത്ത തീരുമാനങ്ങളിലേക്ക് CPI പോയാൽ, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത സാഹചര്യത്തിൽ, അത് CPMന് വലിയ തോതിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കും. അങ്ങനെ ശക്തമായ പ്രതിരോധത്തിലാണ് CPM. അതെങ്ങനെ മറികടക്കും എന്ന കണക്കുകൂട്ടലും കൂടിയാലോചനകളും ഇപ്പോൾ മുന്നണിയിൽ സജീവവുമാണ്. എന്തു തന്നെയായാലും ജനയുഗത്തിലൊക്കെ ശക്തമായ ഭാഷയിലാണ് CPI വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ പേരിൽ ബ്രാൻഡ് ചെയ്യപ്പെട്ട ഒരു പദ്ധതി എന്ന പേരിലല്ല, അതിനുമപ്പുറത്തേക്ക് RSSന്റെ പ്രത്യയശാസ്ത്രം ഒളിച്ചു കടത്താനുള്ള ഒരു നീക്കത്തെയാണ് എതിർക്കുന്നത് എന്നാണ് ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ 2 തവണ മന്ത്രിസഭയുടെ അജണ്ടയിൽ വന്ന ഒരു കാര്യം, മന്ത്രിസഭയുടെ അജണ്ട പരിഗണിക്കാത്ത ഒരു കാര്യം, പിന്നീട് മന്ത്രിസഭയിൽ കൂടിയാലോചനകളില്ലാതെ, മുന്നണിയിൽ ചർച്ച ചെയ്യാതെ ഇതിനൊരു അസ്വാഭാവിക തിടുക്കം CPM കാട്ടി എന്നൊരു വിമർശനമാണ് CPI മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനടക്കം എന്ത് മറുപടിയാണ് CPM നേതാക്കളും മുഖ്യമന്ത്രിയും നൽകുന്നത് എന്നത് ശ്രദ്ധേയമാകും. ആ മറുപടി കൊണ്ട് CPI തൃപ്തിപ്പെടുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും മുന്നോട്ടുള്ള മുന്നണി ബന്ധം. ഭവ്യ, പരിധി ഉണ്ടെങ്കിൽ പോലും മുറിവേറ്റ പാർട്ടിയാണ് CPI. ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് ഏറെ നിർണായകം. VR കാർത്തിക്കാണ് വിവരങ്ങൾ നൽകിയത്. 4.5 വർഷത്തിന് ശേഷം ആദ്യമായി ആലപ്പുഴയിലെ സർക്കാർ പരിപാടിയിൽ G സുധാകരന്റെ ചിത്രം. പൊതുമരാമത്ത് വകുപ്പ് പുറത്തിറക്കിയ പോസ്റ്ററിലാണ് സുധാകരന്റെ ചിത്രമുള്ളത്. 27-ന് നടക്കുന്ന തോട്ടപ്പള്ളി നാൽച്ചിറ പാലം ഉദ്ഘാടനത്തിന്റെ പോസ്റ്ററിലാണ് ചിത്രം ഉള്ളത്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്നതാണ് പരിപാടി. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേർന്നു. ശരണ്യ, വലിയ ഭിന്നതയായിരുന്നു ആലപ്പുഴയിൽ G സുധാകരൻ നേരിട്ടത് എന്ന് അദ്ദേഹം തന്നെ ആവർത്തിക്കുന്ന സാഹചര്യം, പല സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇതാ ഒരു അനുനയ നീക്കത്തിന്, ഒരു പ്രശ്നപരിഹാരത്തിന് വഴി തെളിയുകയാണോ? അവിടെ എന്ത് മനസ്സിലാക്കണം? ഇപ്പോൾ ഇതാ 4 വർഷത്തിന് ശേഷം ആലപ്പുഴയിലെ സർക്കാർ പരിപാടിയിൽ G സുധാകരന്റെ ചിത്രം തെളിഞ്ഞതിലൂടെ. തീർച്ചയായിട്ടും ഭവ്യ, ആലപ്പുഴയിൽ പല ഘട്ടങ്ങളിലായി പൊതുമരാമത്ത് വകുപ്പിന്റെ വലിയ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ഘട്ടത്തിലൊന്നും തന്നെ മുൻ മന്ത്രി എന്നുള്ള നിലയിൽ എവിടെയെങ്കിലും ഒരു പോസ്റ്ററിൽ പോലും G സുധാകരന്റെ പേരോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചിത്രമോ ഉണ്ടായിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. അതായത് തിരഞ്ഞെടുപ്പിന് ശേഷം ആലപ്പുഴയിൽ നടന്ന ഒരു നിർമ്മാണ ഉദ്ഘാടന പരിപാടികളിലും അദ്ദേഹത്തിന്റെ പേരോ ചിത്രമോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതിൽ പല ഘട്ടങ്ങളിലും G സുധാകരൻ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ താൻ ഉണ്ടായിരുന്ന ഭരണകാലത്ത് ആരംഭിച്ച പദ്ധതികളാണ്. അതുകൊണ്ട് തന്നെ എവിടെയും താൻ പരാമർശിക്കപ്പെടാതെ പോകുന്നത് തന്നെ ഒതുക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് അത്തരത്തിലൊരു ഗൂഢമായ നീക്കം നടക്കുന്നുണ്ടെന്നായിരുന്നു G സുധാകരൻ ആ ഘട്ടങ്ങളിലൊക്കെ തന്നെയും അദ്ദേഹം പറയാതെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും ഇതിപ്പോൾ സംഭവിക്കുന്നത് തീർച്ചയായും ഇതൊരു ശ്രദ്ധേയമായ പോസ്റ്റർ തന്നെയാണ്. കാരണം 4 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി അമ്പലപ്പുഴയിൽ നടക്കുന്നത്, അതും അമ്പലപ്പുഴയിൽ വലിയ പ്രശ്നങ്ങൾ G സുധാകരനുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണം നടത്തുന്നതിന് പിന്നിൽ അമ്പലപ്പുഴയിൽ ജനപ്രതിനിധിയെ കേന്ദ്രീകരിച്ചുള്ള ഒരു സംഘമാണ് എന്നുള്ള ഗുരുതര ആരോപണങ്ങളൊക്കെ G സുധാകരൻ ഉന്നയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ അത് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ചർച്ചയാവുകയും CPM നേതൃത്വത്തിനും അത് പല തരത്തിൽ തലവേദന സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു.
ആ അമ്പലപ്പുഴയിൽ നടക്കുന്ന പരിപാടിയിൽ തന്നെ ജി സുധാകരന്റെ പോസ്റ്റർ വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അതിൽ മറ്റൊരു ചില സംഭവങ്ങൾ കൂടി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങൾ ജി സുധാകരനെതിരെ വലിയ സൈബർ ആക്രമണം നടക്കുന്ന ഘട്ടത്തിൽ അമ്പലപ്പുഴയിലെ പാർട്ടി അംഗത്വത്തിലുള്ള ആളുകൾ തന്നെ അതിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു എന്നുള്ളതാണ്. ഈ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് ശരിയല്ല എന്ന പരസ്യ നിലപാടെടുത്തുകൊണ്ട് പ്രവർത്തകർ രംഗത്ത് വന്നിരുന്നു. ഒപ്പം ഈ നാലുചിറ പാലത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട്, അതായത് ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ 50 കോടി പാലത്തിനും ഒപ്പം തന്നെ കരുമാടി റോഡിനായി 90 കോടി രൂപയും ചിലവഴിച്ച് നടത്തിയ നിർമ്മാണമാണ്. ഏകദേശം 75% മേൽ നിർമ്മാണം ആ കാലഘട്ടത്തിൽ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ പാലം വർഷങ്ങളായി 100 വർഷങ്ങളായിട്ടുള്ള ജനങ്ങളുടെ ഒരു ആവശ്യം തന്നെയാണ് ഈ പാലം. പക്ഷെ അത് നടക്കാതെ കിടന്നൊരു പദ്ധതിയായിരുന്നു. ഇത് ആ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതോടെ ആ പ്രദേശത്തുള്ള ജനങ്ങൾ തന്നെ ജി സുധാകരന് സ്വീകരണം കൊടുക്കുന്നതിനായുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്തരത്തിലൊരു തീരുമാനം ജനങ്ങൾ ഇടപെട്ടുകൊണ്ട്, നിലവിലത്തെ ഒരു പശ്ചാത്തലത്തിൽ ജനങ്ങൾ ഇടപെട്ടുകൊണ്ടൊരു സ്വീകരണം ഉൾപ്പെടെ അദ്ദേഹത്തിന് അവിടെ ഒരുക്കാൻ പദ്ധതിയിടുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണോ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നതെന്ന് അറിയില്ല. എങ്കിൽ പോലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ ജി സുധാകരന്റെ പോസ്റ്റർ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, അദ്ദേഹത്തിന്റെ ചിത്രം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പോസ്റ്റർ വന്നത് നിലവിലത്തെ ആലപ്പുഴയിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് ശ്രദ്ധേയം തന്നെയാണ്. എന്തായാലും അനുനയ ശ്രമത്തിന്റെ ഭാഗമാണെന്നല്ല, കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന ജനറൽ സെക്രട്ടറി CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ള ആളുകൾ ജി സുധാകരനെ നേരിട്ടെത്തി കണ്ടിരുന്നു. പിന്നാലെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പിന്റെ ഔദ്യോഗിക പോസ്റ്ററിൽ, അതും അമ്പലപ്പുഴയിലെ പോസ്റ്ററിൽ ജി സുധാകരന്റെ ചിത്രം ഇടം പിടിച്ചിരിക്കുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. സജി സുധാകരൻ ഭിന്നതയിലടക്കം CPM എടുത്ത നിലപാട്, കാര്യങ്ങൾ കൈവിട്ടു പോകരുതെന്ന താക്കീത്, അച്ചടക്ക നടപടി എടുക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് പോയ CPM-നെ നമ്മൾ കണ്ടതാണെന്ന് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒറ്റപ്പെട്ടു എന്ന തോന്നൽ ഉണ്ടാവരുത്, പാർട്ടി അവഗണിക്കുന്നു എന്ന തോന്നൽ ഉണ്ടാവരുത്, ജി സുധാകരൻ എന്നുള്ള നിർദ്ദേശം നൽകിയതും CPM തന്നെയാണ്. ഒരുപക്ഷെ അതിൻ്റെയൊക്കെ ഭാഗമാകാം ഇപ്പോൾ ഇതാ 4 വർഷത്തിന് ശേഷം ഒരു പൊതുപരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ ജി സുധാകരൻ ക്ഷണമുണ്ടായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഫോട്ടോയും പോസ്റ്ററിൽ വന്നിരിക്കുന്നു. ശരണ്യ സ്നേഹജനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. 9 മണി വാർത്തയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വാർത്തകൾ വിശദമായി നോക്കാം. ന്യൂസ് 10 കാണാം. മഞ്ജുഷ് ഗോപാൽ ചേരും. നമസ്കാരം.